പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം പഞ്ചദശോധ്യായ. നാരദ ഉവാച കർമ്മനിഷ്ഠാ ദ്വിജാ കേചിൽ തപോനിഷ്ഠാ നൃപാപരേ സ്വാധ്യായേന്യേ പ്രവചനേ യേ കേചിൽ ജ്ഞാനയോഗയോ. നാട്ടിൽ മഹർഷി പറയാണ്, ഈ ധർമ്മപുത്ര കേജിൽ ദ്വിജ ചില ഇവിടെ ദ്വിജ എന്നുള്ള വാക്കിനൊക്കെ ബ്രാഹ്മണന് മാത്രം അർത്ഥമെടുക്കാൻ പാടില്ല. കാരണം ദ്വിജന്മന്മാർ, അതായത് ത്രൈവർണികർ, അതായത് ബ്രാഹ്മണരും ക്ഷത്രിയന്മാരും വൈശ്യരും, അവരൊക്കെ ദ്വിജന്മാരാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള അതിൽ ചിലർക്ക് എങ്ങനെയാണ് കർമ്മത്തിൽ നിഷ്ഠമുള്ള ആൾക്കാരായിരിക്കും ചിലർ. വേറെ ചിലർ തപശ്ചര്യയിൽ നിഷ്ഠമുള്ള ആൾക്കാർ, തപോനിഷ്ഠ തപസ്സിൽ നിഷ്ഠമുള്ള ആൾക്കാരായിരിക്കും. വേറെ ചിലർ സ്വാധ്യായ, അതായത് വേദങ്ങളൊക്കെ അധ്യയനം ചെയ്യുക. അതുമാതിരി വേറെ ചിലർ പ്രവചനേ, വേദങ്ങളുടെ അർത്ഥത്തിന് പ്രവചനം നടത്തുക. ഇതിലൊക്കെ നിഷ്ഠയോട് കൂടിയിട്ടുള്ളതായിരിക്കും. കേച്ചിൽ ദുർലഭം ചിലർ ജ്ഞാനയോഗയോ, ജ്ഞാനയോഗത്തിലും നിഷ്ഠയോടുകൂടിയവരായിരിക്കും എന്ന് നാരദ മഹർഷി പറയുകയാണ്. ഈ അധ്യായം പ്രായേണ മോക്ഷധർമ്മ നിരൂപണമാണ്. അതായത് ഇതുവരെ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിലെ എല്ലാവർക്കും അധികാരി ഭേദമില്ലാണ്ട് ഉള്ള മോക്ഷധർമ്മങ്ങളാണ് ഈ അധ്യായത്തിൽ ഉപദേശിക്കുന്നത് എന്നാണ് ശ്രീധരാചാര്യ പറയുന്നത്. അതായത് തഥ പഞ്ചദശേ സർവവർണ്ണാശ്രമ നിബന്ധനം സാരദ സംഗ്രഹേണാഥ വർണ്ണ്യതേ മോക്ഷലക്ഷണം. അതായത് ഇതുവരെ സംസാരിച്ചുള്ള പറഞ്ഞിട്ടുള്ള ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം സംഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അതുകൊണ്ട് മോക്ഷം ലഭിക്കാൻ എങ്ങനെ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന ഈ അധ്യായത്തിലേതാണ്. അതിന് ഒരു ഉപക്രമമായിട്ട് ആദ്യമായിട്ട് പറയുകയാണ്, ശ്രേയസ്കാമന്മാരായിട്ടുള്ള ആൾക്കാർ വിവിധ മാർഗങ്ങൾ അവലംബിക്കണു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ജ്ഞാനനിഷ്ഠായ ദേയാനി കവ്യാന്യാനന്ദ്യമിച്ഛത ദൈവേ ച തദഭാവേസ്യൽ ഇതരേഭ്യോ യദാർഹത. ആനന്ദ്യം ഇച്ഛത, അതായത് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലത്തെ കാക്ഷിക്കുന്നവൻ എന്ത് ചെയ്യണു? കാക്ഷിക്കുന്നവനാൽ കവ്യാനി, അതായത് കവ്യാദികളും, അതായത് പിതൃക്ക് കൊടുക്കുന്നതാണ് കവ്യാദികൾ. പിന്നെയോ ദൈവേച, ദേവകാര്യങ്ങൾക്കുള്ളവയും ജ്ഞാനനിഷ്ഠായ, ജ്ഞാനനിഷ്ഠയുള്ളവനാണ് ദേയാനി, ദാനം ചെയ്യപ്പെടേണ്ടത്. തദഭാവേ, അവരുടെ ഭാവത്തിൽ യഥാ അർഹതയ്ക്കനുസരിച്ച് ഇതരേഭ്യ അന്യർക്കും ചെയ്യാം. അതായത് അവരുടെ അഭാവത്തിൽ യഥാ അർഹതയ്ക്കനുസരിച്ച് അന്യർക്കും കൊടുക്കാം എന്നാണ്. എന്താണ് പൂർണ്ണഫലം ഉച്ചിക്കുന്ന ആൾക്കാർ? ഇങ്ങനെ ജ്ഞാനനിഷ്ഠമുള്ള ആൾക്കാർക്കാണ് ഈ നമ്മൾ ശ്രാദ്ധത്തിനുണ്ടാകുന്ന കവ്യവും അതുമാതിരി ദേവന്മാർക്ക് നിവേദിക്കാനുള്ള ഹവിസൊക്കെ ഈ ജ്ഞാനനിഷ്ഠമുള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനനിഷ്ഠൻ ആയിട്ടൊരാൾ ഇല്ല എന്ന് വെച്ചാൽ മാത്രമേ അർഹതയ്ക്കനുസരിച്ച് അന്യർക്കും കൊടുക്കാവൂ എന്നാണ്. ദ്വൗ ദൈവേ പിതൃകാര്യേ ത്രീൻ ഏകൈകമുഭയത്രവ ഭോജയൽ സുസമൃദ്ധോവി ശ്രാദ്ധേ കുര്യന്ന വിസ്തരം. ഈ ശ്രാദ്ധത്തിന് ഇത് ഊട്ടുക, ബ്രാഹ്മണര് ഊട്ടുക എന്നുണ്ട്. അതെങ്ങനെ? ആ സമയത്ത് ശ്രാദ്ധത്തിൽ ദൈവേ ദ്വൗ പിതൃകാര്യേ ത്രീൻ, അതായത് ഈ ശ്രാദ്ധത്തിൽ ദേവസ്ഥാനത്ത് 2 പേരെയും അതുമാതിരി പിതൃകാര്യത്തിൽ സ്ഥാനത്തായിട്ട് 3 പേരെയും പൂജിപ്പിക്കാമെന്നാണ് പറയണത്. 2ഇടത്തും ഏകൈകം പറഞ്ഞ് ഓരോ ആൾ വീതമായാലും മതി എന്നാണ്. സമൃദ്ധിയുള്ള ആളാണെങ്കിൽ കൂടിയിട്ട് വളരെ വിസ്തരിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അത്രേ വേണ്ടൂ. ദൈവന്മാതിന് 2 പേർക്കും അതുമാതിരി പിതൃസ്ഥാനത്തായിട്ട് 3 പേർക്കും അത്രേ വേണ്ടൂ. അല്ലാതെ ഓരോരുത്തരായാലും മതി എന്നാണ്. അതായത് ശ്രാദ്ധത്തിൽ ഈ വിശ്വേദേവന്മാരുടെ സ്ഥാനത്താണ് 2 പേരെ കൂട്ടുന്നത്. പിതൃകാര്യമുള്ളിടത്ത് 3 പേരെയും കൂട്ടാം എന്നാണ്. 2ഇടത്ത് ഓരോരുത്തരായാലും പോരാതില്ല എന്നാണ്. അങ്ങനെ ചുരുങ്ങിയ രീതിയിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെയോ
ദേശകാലോചിത ശ്രദ്ധ ദ്രവ്യപാത്രാർഹണാനി ച സമ്യക് ഭവന്തി നൈതാനി വിസ്തരാൽ സ്വജനാർപ്പണാൽ. വിസ്തരാൽ സ്വജനാർപ്പണാൽ എങ്ങനെയാണ് വിസ്തരിച്ചുള്ള സ്വജനങ്ങളൊക്കെ സ്വീകരിക്കൽ മുതലാകയാൽ ദേശകാലോചിത ശ്രദ്ധ ദേശത്തിനും കാലത്തിനും യോജിച്ച ശ്രദ്ധയും ദ്രവ്യപാത്ര അർഹണാനിച്ച ദ്രവ്യങ്ങളെയും സൽപാത്രങ്ങളെയും ആദരിക്കൽ ഏതാനും മുതലായവ ഇവ സമ്യക് വേണ്ട വിധം ന ഭവന്തി വരില്ല. എന്തിനങ്ങനെ ചുരുക്കി വേണമെന്ന് പറഞ്ഞു വെച്ചാൽ ധാരാളം ആൾക്കാരെ എങ്ങനെ വളരെ വലിയ സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിട്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കേമായിട്ട് ഘോഷിക്കുകയാണ് വെച്ചാൽ എന്താ ചെയ്യാം? ആദരങ്ങളുടെ ഇടയിൽ ഈ ദ്രവ്യങ്ങൾക്കും അതുമാതിരി ആ അതിഥികളിലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചുരുങ്ങിയ രീതിയിൽ വേണം അവരെ കൊടുത്ത് സ്വീകരിക്കാൻ എന്ന് പറയാൻ. പിന്നെയോ ദേശേ കാലേ ച സംപ്രാപ്തേ മുന്യന്നം ഹരിദൈവതം ശ്രദ്ധയാ വിധിവൽപാത്രേ ന്യസ്തം കാമതുകക്ഷയം. ഇതേമാതിരി ഇതുകൊണ്ട് ദേശേ കാലേ ച സംപ്രാപ്തേ യോജിച്ച സ്ഥലത്തും കാലത്തും ഒത്തുചേർന്ന് കിട്ടുന്ന സമയത്ത് മുന്യന്നം മുനിമാരുടെ അന്നമായാൽ കൂടി അത് ഹരിദൈവതം മഹാവിഷ്ണുവിന് നിവേദിച്ച ശേഷം ശ്രദ്ധയാ വിധിപ്രകാരം പാത്രേ സൽപാത്രത്തിൽ ന്യസ്തം നിക്ഷേപിക്കുകയാണെങ്കിൽ അക്ഷയം കാമധു ഒരിക്കലും ക്ഷയിക്കാത്തതായിട്ടുള്ള ഉദ്ദിഷ്ട ഫലപ്രദമായിട്ട് അത് തീരുന്നു എന്നാണ് പറയുന്നത്. അതായത് മറ്റു ദ്രവ്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ കാലവും ദേശവും യോജിച്ച് വരുന്ന സമയത്ത് വളരെ മുന്യന്നെന്ന് പറഞ്ഞാൽ എന്താണ് വല്ല ഫലമൂലാദികളായാലും കൊണ്ട് വരില്ല. അത് ശ്രദ്ധയോട് കൂടിയിട്ട് ആ അതിഥിയെ ഊട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദിഷ്ടഫലം പരിപൂർണമായിട്ട് ലഭിക്കും. ദേവർഷി പിതൃഭൂതേഭ്യ ആത്മനേ സ്വജനായ ച അന്നം സംവിഭജൻ പശ്യേൽ സർവം തൽപുരുഷാത്മകം. അതേപോലെ തന്നെ ദേവഋഷി പിതൃഭൂതേഭ്യ ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, മറ്റു ജീവികൾ ഇവർക്കും സ്വജനായ സ്വന്തക്കാർക്കും ആത്മനേച തനിക്കും അന്നം സംവിഭജൻ ഭക്ഷണത്തെ പങ്കിടുന്ന സമയത്ത് തൽ സർവം അവരെയെല്ലാം പുരുഷാത്മകം പശ്യേൽ ഇവരെല്ലാം ഭഗവാന്റെ സ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നദ്യാദാമിഷം ശ്രാദ്ധേ നദ്യാൽ ധർമ്മതത്വവിൽ അതുമാതിരി ധർമ്മതത്വവിൽ ധർമ്മത്തിന്റെ ആ ആന്തരാർത്ഥം ധരിച്ചുള്ള അറിഞ്ഞിട്ടുള്ള ഒരാള് ശ്രാദ്ധത്തില് ആമിഷം നദ്യാൽ മാംസമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അദ്യാൽച്ച താൻ ഭക്ഷിക്കുകരുത്, കൊടുക്കുകരുത്, താൻ ഭക്ഷിക്കുകരുത്. യഥാ മുന്യന്നൈ യഥാ പരാപ്രീതി. അതായത് നേരത്തെ പറഞ്ഞില്ലേ മുന്യന ഫലമൂലാദികളൊക്കെ കൊടുത്തുകൊണ്ട് കിട്ടുന്ന നല്ല സംതൃപ്തി ഉണ്ടാകുമോ അത് ഈ പശുഹിംസയാ അത്ര. അതായത് ഇങ്ങനെ ഈ പശുക്കളെയൊക്കെ ഇതിൽ ഹിംസിച്ചിട്ടുണ്ടാകുന്ന കേമായിട്ട് ഭക്ഷണം കൊടുത്ത് ചെയ്തു വെച്ചാൽ ആ മുന്യന്നം കൊടുത്തതിലുള്ള സംതൃപ്തിയും അതിൻ്റെ ഫലവും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. നൈതാദൃശപരോ ധർമ്മോ നൃണാം സദ്ധർമ്മമിച്ഛതം ന്യാസോ ദണ്ഡസ്യ ഭൂതേഷു മനോവാക്കായജസ്യയാ. സദ്ധർമ്മം ഇച്ഛതാം നൃണാം. അങ്ങനെ സൽക്കർമ്മത്തെ സത്തായിട്ടുള്ള ധർമ്മത്തെ ഈ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മനോവാക്കായജസ്യ മാനസികമായിട്ടുള്ളോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഭൂതേഷു ദണ്ഡനസ്യ ഈ ജീവജാലങ്ങൾ ചെയ്യുന്ന ഹിംസയുടെ ന്യാസ ത്യജിക്കൽ ഏതാദൃശ അപ്രകാരമുള്ള പരധർമ്മം വേറെയില്ല എന്നാണ്. എന്താണ് സത്യം? നമ്മൾ ചെയ്യുന്ന നല്ലൊരു സൽക്കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മത്തെ താൻ പാലിക്കണം, അല്ലെങ്കിൽ താൻ കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു മനുഷ്യന് എന്താണ് ഏറ്റവും വേണ്ടത്? ആദ്യത്തെ അഹിംസ എന്നുള്ളത്. അതായത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അതുമാതിരി പ്രവൃത്തികളെ കൊണ്ടോ ഒരിക്കലും മറ്റു ജീവജാലങ്ങളെ ഹിംസിക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ ധർമ്മം. ഈ യജ്ഞത്തിലുള്ള ഈ പശുവാലംബനം ഹിംസ അല്ല എന്നൊക്കെ പ്രമാണമുണ്ടെങ്കിലും കൂടിയിട്ട് ഇവിടെ നാരദ മഹർഷി അത് അംഗീകരിക്കില്ല എന്ന് പറയണം. ഏത് പ്രാണിയായാലും ശരീരത്തിൽ നിന്ന് ജീവനെ വേർപെടുത്തിയാൽ അത് ഹിംസയായിട്ടേ അദ്ദേഹം കാണുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ യജ്ഞത്തിലോ ശ്രാദ്ധത്തിലോ എന്തിലായാലും ഈ പ്രാണിഹിംസ ചെയ്തുകൊണ്ടുള്ളത് ഒട്ടും ശ്രേഷ്ഠമല്ല, അതിലും നല്ലതില്ലേ മുന്യന്നം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുകയാണെന്നാണ്. പിന്നെയോ
ഏകേ കർമ്മമയൻ യജ്ഞൻ ജ്ഞാനിനോ യജ്ഞവിത്തമാ ആത്മസംയമനേനീക ജുഹ്വതി ജ്ഞാനദീപിതേ. അനീഹ ഫലാപേക്ഷ ഒട്ടുമില്ലാത്തവരും യജ്ഞവിത്തമ യജ്ഞത്തിൻ്റെ ആന്തരാർത്ഥം നന്നായിട്ട് അറിയുന്നവരുമായിട്ടുള്ള ഏകേ ജ്ഞാനിന ചില ജ്ഞാനികൾ കർമ്മമയാൻ യജ്ഞാൻ, അതായത് കർമ്മബഹുളമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ജ്ഞാനദീപിത ആത്മജ്ഞാനത്തിൻ്റെ വൈഭവം കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട ആത്മസംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് പറയുകയാണ്. ദ്രവ്യയജ്ഞേര്യക്ഷ്യമാണം ദൃഷ്ട്വാ ഭൂതാനി ബിഭ്യതി ഏഷമാകരുണോ ഹന്യൽ അതജ്ഞോ ഹസുധ്രുവം. ഈ ദ്രവ്യയജ്ഞത്തിൽ പറഞ്ഞില്ലേ ഈ തരത്തിലുള്ള ഹിംസകളെ ചെയ്തുള്ള ദ്രവ്യയജ്ഞം എങ്ങനെയാണ്? ദ്രവ്യങ്ങളാൽ സാധ്യമായ യജ്ഞങ്ങളാൽ യക്ഷ്യമാണം യജിക്കാൻ തുടങ്ങുന്നവനെ ദൃഷ്ട്വ കണ്ടിട്ട്, ഈ ദ്രവ്യയജ്ഞത്തിന് മുമ്പ് എന്താണ് അതിൻ്റെ ഈ മൃഗത്തിൻ്റെ വപയൊക്കെ കൊണ്ടേ ഹോമിക്കുന്നത്, അത് കണ്ടിട്ട് എന്ത് ചെയ്യും? അതജ്ഞ അജ്ഞാനിയും അസുതൃം തൻ്റെ പ്രാണനെ തൃപ്തിപ്പെടുത്തുന്നവനുമായ ഏഷ അകരുണ ഈ ദയാഹീനൻ മാഹന്യാൽ എന്നെ കൊല്ലും ധ്രുവം ഈ തീർച്ച എന്ന് പറഞ്ഞ് ഭൂതാനി ബിഭ്യതി. ആ ജന്തുക്കളില്ലേ ആ യജ്ഞപശുക്കൾ അവരെല്ലാവരും പേടിക്കുന്നു പറയുകയാണ്. അവർ തങ്ങളുടെ പ്രാണനെ നഷ്ടം വരുന്നുള്ളത് ആ പേടി അവർക്കൊക്കെ ഉണ്ടാവും ഈ യജ്ഞം നടത്തുന്ന സമയത്ത്. ആ പ്രാചീന പരിഗണിച്ചിനോട് നാരദ മഹർഷി പറയില്ലേ ഇതൊക്കെ അങ്ങ് ഇതാ യജ്ഞത്തിന് വേണ്ടി വധിച്ചിട്ടുള്ള പശുക്കളൊക്കെ ഇതാ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങേന്ന് പറഞ്ഞില്ലേ. അതാണ് അപ്പോൾ പശുവാലംബനത്തിലുള്ള യജ്ഞം ആരംഭിച്ചു എന്ന് കേട്ടാൽ തന്നെ ജീവികൾക്ക് ഭയമാണ് എന്ന് പറഞ്ഞതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. തസ്മാൽ ദൈവോപപന്നേന മുന്യന്നേനാവിധർമ്മവിൽ സന്തുഷ്ടോഹരകുല്യൽ നിത്യനൈമിത്തികീ ക്രിയ. അതുകൊണ്ട് തസ്മാൽ ധർമ്മവിൽ അഹരഹ ധർമ്മമറിയുന്ന ആള് നിത്യേന സന്തുഷ്ട ദൈവോപപന്നേന സംതൃപ്തിയോടെ ഈശ്വരാധീനത്താൽ ലഭിച്ചിട്ടുള്ള മുനിമാരുടേത് പോലുള്ള അന്നം കൊണ്ടുപോലും നിത്യനൈമിത്തികങ്ങളായിട്ടുള്ള ക്രിയകളെ നിർവഹിക്കണം. വിധർമ്മ പരധർമ്മശ്ച ആഭാസ ഉപമാച്ചല അധർമ്മശാഖാ പഞ്ചേമ ധർമ്മജ്ഞോ ധർമ്മവൽത്യജേ. ധർമ്മജ്ഞനായിട്ടുള്ള ആള് അധർമ്മശാഖകളായിട്ടുള്ള ഈ അഞ്ചെണ്ണത്തിനെയും ഉപേക്ഷിക്കണം എന്ന് പറയാണ്. എന്തൊക്കെയാണ്? വിധർമ്മ അതായത് വിധർമ്മ പരധർമ്മം ആഭാസധർമ്മം ഉപമാധർമ്മം ഛലധർമ്മം ഈ അഞ്ചിനെയും ഉപേക്ഷിക്കണം എന്നാണ്. എന്തൊക്കെയാണ് ഇതൊക്കെ? ധർമ്മഭാഗോ വിധർമ്മസ്യാൽ പരധർമ്മോ അന്യചോദിത ഉപധർമ്മസ്തു പാഖണ്ഡോ ദമ്പോ വാ ശബ്ദഭിച്ഛല. അതായത് വിധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വധർമ്മത്തെ ബാധിക്കുന്നതായിട്ടുള്ള ധർമാചരണം. പരധർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യന് വിധിക്കപ്പെട്ടിട്ടുള്ള ധർമ്മം താൻ അനുഷ്ഠിക്കുക, അതാണ് പരധർമ്മം. ഉപധർമ്മ എന്ന് പറഞ്ഞാൽ പാഖണ്ഡ വേദവിരുദ്ധമായതാണോ അതാണ് ഉപധർമ്മം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ദംഭവ അന്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്, ഇതൊക്കെ ഉപധർമ്മങ്ങളാണ്. ഛലധർമ്മം എന്നാൽ ശാസ്ത്രവിധികൾക്ക് സ്വയം കൽപ്പിക്കുന്ന ധർമ്മമാണ് ഛലം. അതായത് താൻ തന്നെ ചില അർത്ഥങ്ങൾ ഉണ്ടാക്കിയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രം ഉണ്ടാക്കി, അതാണ് ഛലധർമ്മങ്ങൾ. ഇതെല്ലാം ത്യജിക്കണം എന്നാണ് പറയുന്നത്. ധർമ്മത്തിനെ പറ്റി അറിയുന്ന ആള്. യസ്ത്വിച്ഛയാകൃത പുംഭിരാഭാസോഹ്യാശ്രമാൽ പൃഥക് സ്വഭാവവിഹിതോ ധർമ്മ കസ്യ നേഷ്ട പ്രശാന്തയേ. ആഭാസം എന്നുള്ള ധർമ്മം എന്താണ്? ആഭാസ എന്നാൽ സ്വാശ്രമധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുംഭി ജനങ്ങളാൽ ഇച്ഛ തോന്നിയ പ്രകാരം ഏതൊന്ന് അനുഷ്ഠിക്കപ്പെടുന്നുവോ അതാണ് ആഭാസം എന്ന് പറഞ്ഞാൽ. അതായത് തൻ്റെ ആശ്രമത്തിന് തിരിച്ച കർമ്മങ്ങളല്ലാണ്ട് വേറെ ആശ്രമങ്ങളെ ഗൃഹസ്ഥാശ്രമ രൂപം ചെയ്യുന്നൊക്കെ അല്ലേ, അതൊക്കെയാണ് ആഭാസം. അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സന്യാസം സ്വീകരിക്കുക ആ ഭാവത്തിൽ, അതൊക്കെ ആഭാസങ്ങളാണ്. സ്വഭാവവിഹിത സ്വഭാവത്തിന് അനുസൃതമായി വിധിക്കപ്പെട്ട ധർമ്മ കസ്യ പ്രശാന്തയേ ന ഇഷ്ട. അതായത് അപ്പം എന്താ വേണത്? അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ധർമ്മം എല്ലാവരുടെയും നിത്യശാന്തിക്കാണ് ഉപയോഗിക്കുക. അല്ലാണ്ട് അതാണ് മാത്രമേ യഥാർത്ഥത്തിൽ നിത്യശാന്തി നൽകൂ എന്നാണ് പറയുന്നത്. ധർമാർത്ഥമഭിനേത യാത്രാർത്ഥം വാദനോദനം അനീഹാനീഹമാനസ്യ
മഹാഹേവ വൃത്തിത. ധർമാർത്ഥം ഇങ്ങനെ ധർമ്മം നിലനിർത്തുന്നതിനായാലും യാത്രാർത്ഥം വാ അപി ഉപജീവനത്തിനായാൽ പോലും അധന നിർധനൻ ധനം നൈഹേത ധനത്തെ ആഗ്രഹിക്കരുത്. അനീകമാനസ് പ്രയത്നിക്കാതിരിക്കുന്നവന്റെ അനീക ഈ പ്രവർത്തനരാഹിത്യം തന്നെ മഹാഹേ പെരുമ്പാമ്പിൻ്റെ ഇതുപോലെ വൃത്തിത ഉപജീവന മാർഗം ഉണ്ടാകുന്നതായി തീരും എന്നാണ് പറയുന്നത്. അതായത് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ പ്രവൃത്തി തനിക്ക് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ധാർമ്മിക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉപജീവനത്തിന് വേണ്ടിയൊന്നും ധനം കൊതിക്കരുതെന്ന് പറയുകയാണ്. ധനസമ്പാദനത്തിന് പരിശ്രമിക്കാത്തവൻ്റെ ആ മനോഭാവം ഉണ്ടല്ലോ, അതൊരു പെരുമ്പാമ്പിനെ എന്ന പോലെ ജീവിതോപായത്തെ വരുത്തിത്തരുന്ന് പറയുന്നത്. അത്യാഗ്രഹം കൂടാണ്ട് എന്താ യാദൃച്ഛികമായിട്ട് ലഭിച്ചു വെച്ചാൽ സന്തോഷിച്ച് സ്വയം സംതൃപ്തി കണ്ടെത്തുന്നതിൻ്റെ അവസ്ഥ എങ്ങനെയാ വെച്ചാൽ ഈ കാമവും ലോകത്തിൻ്റെ പിന്നാലെ പരക്കും പായുന്നവന് ഒരിക്കലും കൈവരില്ല എന്നാണ് പറയുന്നത്. സന്തുഷ്ടസ്യ നിരീഹസ്യ സ്വാത്മാരാമസ്യ യൽ സുഖം കുതസ്ഥൽ കാമലോഭേന ധാവതോർത്ഥേഹയാദിശ. അതായത് ഒരിക്കലും അത്യാഗ്രഹം ഇല്ലാണ്ട് സന്തുഷ്ടനായിരിക്കുന്ന എന്താക്കിയിട്ട് തേച്ച് സന്തോഷിക്കാനായിട്ടുള്ള ഒരാളുടെ ആത്മാവിൽ തന്നെ ലഭിക്കുന്ന ആൾക്കുള്ള ആ സുഖം എന്നുള്ളതുണ്ടല്ലോ, അത് ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അതിന് അങ്ങനെ ധനാഭിലാഷം കാരണം അങ്ങനെ ചുറ്റും കടന്ന് പരക്കം പായുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ആ പെരുമ്പാവിനെമാതിരി തൻ്റെ അടുത്ത് വന്നു വെച്ചാൽ അത് ഭക്ഷിച്ച് അവിടെ കഴിഞ്ഞു കൂടണ വരി വേണ്ടി പരിശ്രമിക്കുമെന്ന് അരുതെന്ന്. സദാ സന്തുഷ്ട മനസ സർവാ സുഖമയാ ദിശ ശർക്കരാകണ്ഡകാദിഭ്യോ യഥോപാനൽപദ ശിവം. ഉപാനൽപദ അതായത് എങ്ങനെയാണ്, ചെരുപ്പ് ധരിച്ച് കാലോട് കൂടിയവന് ശർക്കരാകണ്ഡകാദിഭ്യ യഥ, അതായത് ഒരു വഴിയിൽ ചരക്കല്ല മുള്ളക്കുള്ള വഴി കൂടെ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാ ശിവം ഏതുമാതിരി സംരക്ഷണം കിട്ടും. അതുപോലെ സന്തുഷ്ടായ മനോഭാവമുള്ളവരനെ ഒരുവന് സർവാദിശ എല്ലായിടത്തും സദാ സുഖമായി എല്ലായിടത്തും താൻ സന്തുഷ്ടനാണ്, ഉള്ളിൽ താൻ കിട്ടിയതുകൊണ്ട് സന്തുഷ്ടനാണ് വെച്ചാൽ പുറത്ത് അവന് എല്ലാ കാര്യത്തിലും അവന് സന്തോഷമുള്ളതായിട്ട് അങ്ങനെ ലോകം മുഴുവൻ സുഖമയായിട്ട് തോന്നുന്നു പറയുകയാണ്. സന്തുഷ്ട കേനവാരാജൻ നവർത്തേതാപിവാരിണ ഔപസ്ത്യജൗഹ്യകാർപ്പണ്യാൽ ഗൃഹപാലായതേ ജനാ. ഹേ ധർമ്മപുത്ര, സന്തോഷവാനായിട്ടുള്ള ജനമനുഷ്യൻ കേനവാ എന്തുകൊണ്ട് വാരിണാവി വെള്ളം കൊണ്ട് മാത്രം നവർത്തേതാ ജീവിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അത് മാത്രം മതി ജീവിക്കാനേ. ഔപസ്ത്യ ജൈഹ്യ കാർപ്പണ്യാൽ ജനനേന്ദ്രിയത്തിനും രസനേന്ദ്രിയത്തിനുള്ള തൃപ്തിക്കുള്ള പരിശ്രമത്താൽ തളർന്ന് ഗൃഹപാലായതേ ഒരു വീട്ടുകാരിലിരിക്കുന്ന പട്ടിയെ പോലെ പെരുമാറുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുകയാണ്. കിട്ടിയതോട് സന്ദർഭം വിട്ട് ജലപാനം മാത്രം കഴിച്ചു കഴിഞ്ഞു കൂടിക്കൂടെയെന്ന് ചോദിക്കുകയാണ് സന്തുഷ്ടനായിട്ടുള്ള ആൾക്കേ. അസന്തുഷ്ടസ്യ വിപ്രസ്യ തേജോ വിദ്യാ തപോ സ്രവന്തി ഇന്ദ്രിയലൗല്യേന ജ്ഞാനം ചൈവാവഗീര്യതേ. ആ ഒരിക്കലും തൃപ്തി വരാത്തവനായിട്ടുള്ള അതായത് അസന്തുഷ്ടസ്യ ആയിട്ടുള്ള വിപ്രസ്യ ബ്രാഹ്മണന് ഇന്ദ്രിയ ലൗല്യാൽ ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ചാവല്യം കാരണം തേജ വിദ്യ തപ യശ തേജസ്സും വിദ്യയും തപസ്സും കീർത്തിയും എല്ലാം ഒലിച്ചു പോകുന്നു എന്ന് പറയുകയാണ്. ജ്ഞാനം ഏവ ജ്ഞാനവും കൂടി തെറിച്ചു പോകുന്നു പറയുകയാണ്. ഇങ്ങനെ കിട്ടിയതുകൊണ്ട് സന്തോഷപ്പെടാണ്ടുള്ള ആ ഒന്നിലും തൃപ്തി വരാത്തുള്ള ആ ബ്രാഹ്മണനെ എന്ന് പറയുകയാണ്. അത് ഏത് മാതിരി എന്ന് പറഞ്ഞാൽ ഇതിലെ ആ ആമപാത്രത്തിലെ ഓട്ടമുള്ള കുടത്തിൽ വെച്ചുള്ള വെള്ളം മാതിരി അതങ്ങനെ പരന്നു പോകുന്നു, ഒഴിച്ചു പോവും അവൻ്റെ ശ്രേയസ്സും എല്ലാം. കാമസ്യാന്തം ചക്ഷുതൃഭ്യം ക്രോധസ്യൈതൽ ഫലോദയൽ ജനോ യാതി നലോപസ്യ ജിത്വാ ഭുക്ത്വാ ദിശോ ഭുവാ. ക്ഷുതൃഭ്യാം കാമസ്യ വിശപ്പും ദാഹവും ശമിച്ചാൽ കാമസ്യ കാമത്തിൻ്റെയും ഏതൽ ഫലോദയാൽ ഇതിൻ്റെ ഫലപ്രാപ്തി വന്നാൽ ക്രോധസ്യജ ക്രോധത്തിൻ്റെയും അന്തം യാതി. അതാണ് ദിക്കുകളെ ജിത്വ ജയിച്ച് ഭൂമണ്ഡലങ്ങളെ ഭുക്വ അനുഭവിച്ചാലും ലോഭസ്യ ദുരയുള്ള അന്ത്യത്തിലേക്ക് ജനം നയാവി എത്തുന്നതേ ഇല്ല എന്ന് പറയുകയാണ്. വിശപ്പും ദാഹമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അത്
ഭക്ഷണം കഴിച്ചു വെച്ചാണ്ടല്ലോ ആ വഴി മാറും. അതുമാതിരി തന്നെ ആ കാമത്തെ അതിനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതിനൊരു അറുതി വരും. ആ കാമത്തിന് അറുതി വന്നുണ്ടായും ക്രോധത്തിനുള്ള കാരണമാണ് ഈ കാമത്തിന് തൃപ്തി വരാഞ്ഞാൽ. അപ്പോൾ കാമത്തിന് തൃപ്തി വന്നു വെച്ചാൽ എന്തുണ്ടാ, ഈ ക്രോധം നശിക്കും എന്ന് പറയുകയാണ്. എന്നാലോ ലോഭം അല്ലെങ്കിൽ ദുര എന്നുള്ളതുണ്ടല്ലോ, അത് ഭൂമണ്ഡലം ആകെ ജയിച്ച് ലോകം മുഴുവൻ ഭരിച്ചാലും അതിന് ശമനം ലഭിക്കില്ല എന്ന് പറയുകയാണ്. പണ്ഡിതാ ബഹവോ രാജൻ ബഹുജ്ഞാ സംശയച്ചിത സദസത്പദയോപ്യേ അസന്തോഷാൽ പതന്ത്യഥാ. ധർമ്മപുത്ര, ബഹുജ്ഞ നല്ല അറിവുള്ളവരെ, അതുമാതിരി സംശയച്ചിത സംശയം തീർക്കാൻ പ്രാപ്തന്മാരായവരെ, സദസത്പദയ വിദ്വൽ സഭകളിലൊക്കെ അധിപതികളായിട്ടിരിക്കുന്നവരെ, ഏകേ അഭിമുഖ്യരുമായിട്ടുള്ള ഭഗവ ധാരാളം പണ്ഡിതന്മാരായാൽ പോലും അവർക്കും ഈ എന്താണ് സംതൃപ്തി ഇല്ലാണ്ട് ഈ വന്നു വെച്ചാൽ അവരും അധപ്പതിക്കണമെന്ന് പറയുകയാണ്. എന്താണ് സംതൃപ്തി എന്ന് സദസ്സിലും, അതായത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായാലും എത്ര കേമന്മാരായാലും ആയിക്കോട്ടെ, മനസ്സംതൃപ്തി ഉണ്ടായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും നശിച്ചു പോവും പറയുകയാണ്. അസങ്കൽപ്പാൽ ജയേൽ കാമം ക്രോധം കാമവിവർജനൽ അർത്ഥാനർത്ഥേക്ഷയാലോപം ഭയം തത്വാവമരിശനൽ അന്വേഷിക്ക ശോകമോഹൗ ദമ്പം മഹതുവാസയാ യോഗാന്തരായൻ മൗനേന ഹിംസം കായാദ്യനീഹയാ. ഇനി ഈ ഓരോന്നിനെ എങ്ങനെ ഒതുക്കാൻ കഴിയുന്നതാണ്. അതാണ് കാമത്തിനെ ഒതുക്കാൻ എന്താ ചെയ്യുക? അസങ്കൽപ്പാൽ. ഈ എങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവുക? നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞാലാണ്, അതിന് നോക്കുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി ആഗ്രഹം ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ കാമം ഉണ്ടാവില്ല. അത് ആഗ്രഹത്യാഗം കൊണ്ട് അസങ്കൽപ്പാൽ, ഒന്നിനെ പറ്റിയും സങ്കല്പിക്കാതിരിക്കുക, അതിന് അത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അത് തൻ്റേതാക്കണം എന്നുള്ള കാമം വരിക. അപ്പോൾ അസങ്കൽപ്പാൽ കാമം. പിന്നെയോ ക്രോധം കാമവിവർജനം. അങ്ങനെ കാമങ്ങളൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? ക്രോധത്തിനെ ജയിക്കാൻ കഴിയും. പിന്നെ ക്രോധം ഉണ്ടാവില്ല. ലോഭം, ഈ ദുരയെ എങ്ങനെ ജയിക്കാൻ കഴിയും? അർത്ഥാനർത്ഥേക്ഷയാ. അർത്ഥം എന്നുള്ളത് എല്ലാ സമയത്തും അനർത്ഥമാണ് വരുത്തുക എന്ന് കണ്ടുകൊണ്ട് ആ ദുരയെ ഇല്ലാണ്ടേക്കണം. എന്നിട്ടോ പിന്നെ ഭയത്തിനെ എങ്ങനെ ഇല്ലാണ്ടേക്കുക? തത്വാവമർശനാൽ, തത്വജ്ഞാനം. പേടി എന്നുള്ളത് ഈ രണ്ടുണ്ടാവുമ്പോഴേ പേടി ഉണ്ടാവൂ. രണ്ട് എന്നുള്ളത് ഇല്ല. തത്വം എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ പേടിയില്ലാണ്ടേ തീരും. ശോകമോഹവും അന്വേഷിക്കുക. അധ്യാത്മവിദ്യ കൊണ്ട് ശോകത്തെയും മോഹത്തെയും നമുക്ക് ജയിക്കാൻ കഴിയണം. പിന്നെയോ ദമ്പം, അഹന്തയെ മഹതുപാസയ. മഹാന്മാരുടെ പാദസേവ ചെയ്താൽ ആ അഹങ്കാരം ഇല്ലാണ്ടാവും. യോഗാന്തരായ, യോഗചര്യയ്ക്ക് കോട്ടം വരുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളുള്ളൂ. അതിനൊക്കെ എങ്ങനെയാണ്? മൗനം കൊണ്ട് അത് ജയിക്കാൻ കഴിയും. ഹിംസയെ കായാദ്യനീഹയാ. ശരീരാദികളിലുള്ള നിസ്പൃഹയാലും ജയയിൽ. ശരീരമായി ഈ ഹിംസയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത്? തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ താൻ്റെ ശരീരബോധത്തെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ആ സ്പൃഹ അതില്ലാണ്ടായാൽ ആ ഹിംസാഭാവവും ജയിക്കാൻ കഴിയും. കൃപയാബോധജം ദുഃഖം ദൈവം ജഹ്യാൽ സമാധിന ആത്മജം യോഗവീര്യേണ നിദ്രാം സത്വനിഷേവയാ. രജസ്തമശ്ച സത്വേന സത്വം ചോപശമേന ച ഏതൽ സർവം ഗുരൗ ഭക്ത്യാ പുരുഷോ ഹ്യഞ്ജസാജയേൽ. ഇനി പലതരത്തിലുള്ള ദുഃഖങ്ങളില്ലേ? അത് ഭൂതജം ദുഃഖം, അതാണ് ആദിഭൗതികമായിട്ടുള്ള ദുഃഖത്തെ എങ്ങനെ കൃപയാ, അതാത് ജീവികളോടുള്ള കാരുണ്യം കൊണ്ട് ആ ദുഃഖം ഇല്ലാണ്ടെന്ന് പറയുകയാണ്. പിന്നെ ദൈവം, ആദിദൈവികമായിട്ടുള്ള ദുഃഖങ്ങളാണ്. ആ ദുഃഖത്തെ എങ്ങനെയാണ് ദൈവം ആയിട്ടുള്ള ദൈവേച്ഛയാൽ സംഭവിക്കുന്ന ദുഃഖത്തെ സമാധിന, മനസ്സാന്നിധ്യം കൊണ്ട് ജയിക്കണം. പിന്നെ ആത്മജം, ശാരീരികമായിട്ടുള്ള ദുഃഖത്തെ, ആധ്യാത്മികമായിട്ടുള്ള ദുഃഖത്തെ യോഗവീര്യേണ, യോഗബലം കൊണ്ട് ജയിക്കണം. നിദ്രാം, ഉറക്കത്തിനെ സത്വനിഷേവയ, സാത്വികങ്ങളായിട്ടുള്ള വസ്തുക്കളെ അവലംബിച്ചാൽ ആ നിദ്ര മെല്ലെ മെല്ലെ ഇല്ലാണ്ടായിത്തീരും. അതായത് ഉറക്കം തൂങ്ങുന്ന സ്വഭാവം. പിന്നെയോ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും സത്വേനച, സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ ഉപശമേനച, ഉപശമം കൊണ്ടും ജയിക്കാൽ ഉപേക്ഷിക്കണം. ഗുരൗ ഭക്തിയ
പുരുഷ. അതായത് ഇതിനൊക്കെ എളുപ്പത്തിൽ ഗുരുവിൽ ഭക്തി ഉണ്ടായാൽ മാത്രം മതി. അതുകൊണ്ട് മനുഷ്യൻ ഏതൽ സർവം അഞ്ജസാ ജയിൽ. മനുഷ്യൻ ഇവ സർവ്വതും നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. എന്തേ വേണ്ടൂ? ഗുരുവിൽ ഭക്തി ഉണ്ടായി തീരാ. യസ്യ സാക്ഷാൽ ഭഗവതി ജ്ഞാനദീപപ്രദേ ഗുരൗ മർത്യാസർദ്ധേസുതം തസ്യ സർവം കുഞ്ചരചൗചവൽ എന്ന് അങ്ങനെയില്ലേ. അപ്പോൾ അത് ആ ഗുരുവിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഗുരുവിന് എങ്ങനെയാണ് ഗുരുവിൽ എന്ത് ഭാവ വേണ്ടത്? ജ്ഞാനദീപപ്രദേ, അറിവാകുന്ന വെളിച്ചം കാട്ടുന്നവനും, സാക്ഷാൽ ഭഗവതി, യഥാർത്ഥത്തിൽ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ഗുരൗ യസ്യ മർത്യ അസദ്ധി, ആ ഭഗവാന് ആയിട്ട് തന്നെ ഗുരുവിനെ കാണണം. അങ്ങനെ കാണാത്തൊരുവൻ അവൻ എങ്ങനെയാണ്? മർത്യ അസദ്ധി, തന്നെ ആ ഗുരു ഒരു സാധാരണ മനുഷ്യനാണ് എന്നുള്ള അവിവേകഭാവം ഉണ്ടായാൽ തസ്യ ശ്രുതം സർവം കുഞ്ചര ശൗചവൽ, അവൻ പിന്നെ ഈ കേട്ടതും പഠിച്ചതും കൊണ്ടൊന്നും യാതൊരു ഗുണമില്ല എന്ന് പറയുകയാണ്. കാരണം ആനയെ കുളിപ്പിക്കണ പോലെ വ്യർത്ഥാണെന്ന് പറയുകയാണ്. ആനയെ നന്നായിട്ട് വെള്ളത്തിൽ കൊണ്ട് തേച്ച് കുളിപ്പിച്ച് എന്താണ്ടായ ഉണ്ടാവുക? പുറത്തു വന്നാൽ അത് വീണ്ടും മണ്ണ് വാരി അങ്ങോട്ട് മെല്ലിടും. അതാണ് കുഞ്ചര ശൗചവൽ എന്ന്. അതുമാതിരിയാണ് ആ ഗുരുവിനെ വെറും സാധാരണ മനുഷ്യനായിട്ട് കണ്ട് അവിവേകം പ്രവർത്തിക്കുന്ന ആളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലവും. ഏഷ വൈ ഭഗവാൻ സാക്ഷാൽ പ്രധാന പുരുഷേശ്വര യോഗേശ്വരൈർവിമൃഗ്യാംഘൃ ലോകോയം മന്യതേ നരം. യം ലോക നരം മന്യതേ, ആരെയാണോ ജനങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാവരും കേവലം ഒരു മനുഷ്യനായി കരുതുന്നത്, ഏഷ വൈ, ഈ ഗുരുവാകട്ടെ, യോഗേശ്വരൈ വിമൃഗ്യാംഘ്രി, യോഗാചാര്യന്മാരാൽ കൂടി അന്വേഷിക്കപ്പെടുന്ന തൃപ്പാദങ്ങളോട് കൂടിയവനും, പ്രധാന പുരുഷേശ്വര, പ്രകൃതിയുടെയും പുരുഷന്റെയും നിയന്താവും ആയിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഗുരു. ഷഡ്വർഗ സംയമൈകാന്ത സർവാനിയമചോദന തദന്താ യതിനോ യോഗാൻ ആവഹേയു ശ്രമാവഹ. അതുകൊണ്ട് സർവാ നിയമചോദന, ഈ സർവപ്രകാരമുള്ള ഈ ധർമ്മങ്ങളുടെ എല്ലാം വിധികൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഷഡ്വർഗ സംയമ ഏകാന്ത, ഈ 6 ഈ ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണത്തിൽ ആവേണ്ടതാണെന്ന് പറയുകയാണ്. സംയമ ഏകാന്ത, ഈ വിധികളിലൊക്കെ ഉദ്ദേശം എന്താണ്? 6 ഇന്ദ്രിയങ്ങളുടെയും ഈ നിയന്ത്രണം ലഭിക്കുക എന്നുള്ളതാണ്. തതെന്താ, അതാകുന്ന അവസാനത്തോട് കൂടിയിട്ടുള്ള യോഗചര്യകളെ യതിനോ ആവഹേയു, ആരാണോ സ്വാധീനിപ്പാൻ പര്യാപ്തമല്ല എന്നുണ്ടെങ്കിൽ ശ്രമാവഹ, അതുകൊണ്ട് അതൊന്നും ഫലപ്രദമല്ലാണ്ട് വെറും പ്രയത്നങ്ങൾ മാത്രമായി തീരുന്നു. അതായത് എല്ലാ യോഗചര്യകളും അതുമാതിരി നിയമങ്ങളും ധർമ്മങ്ങളും വിധികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? 6 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത്. അതിന് ഉതകുന്നില്ല, അല്ലെങ്കിൽ അതിൽ എത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രയത്നങ്ങളെ കൊണ്ട് യാതൊരു ഫലമില്ല, വെറും പ്രയത്നങ്ങളായിട്ട് അവശേഷിക്കണം. യഥാ വാർത്താദയോ ഹ്യർത്ഥ യോഗസ്യാർത്ഥം ന വിഭ്രതി അനർത്ഥായ ഭവേയുസ്തേ പൂർത്തമിഷ്ടം തഥാ സദാ. വാർത്താദയ അർത്ഥ, ഈ ഇതില്ലേ കൃഷി പഴയ നമ്മൾ വാർത്താദയ എന്ന് പറഞ്ഞാൽ കൃഷി, വാണിജ്യങ്ങൾ, അതുമാതിരി അവയുടെ ഫലങ്ങൾ, ഒപ്പം തന്നെ യോഗമാർഗത്തിൻ്റെ അർത്ഥം ലക്ഷ്യമായിട്ടുള്ള മോക്ഷത്തെ വിഭ്രതി ലഭിപ്പിക്കാതെ അനർത്ഥായ, അവ അനർത്ഥത്തിന് കാരണമാകുകയും ചെയ്യുന്നത് എപ്രകാരമോ അപ്രകാരം അസൽ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവന്റെ പൂർത്തം ഇഷ്ടം യജ്ഞാദിയും ധാർമ്മിക കർമ്മങ്ങളും എല്ലാം വിഫലമായിട്ട് തീരും. യച്ചിത്തവിജയേയത്ത സ്യന്നിസ്സംഗോ പരിഗ്രഹ ഏകോ വിവിക്തശരണോ ഭിക്ഷാമിദാസന. ചിത്തവിജയേ യത്ത, അതായത് മനസ്സിനെ കീഴടക്കാൻ ആര് പരിശ്രമിച്ചാകുന്നുവോ അവൻ ഒന്നിലോടും സംഘമില്ലാത്തവനും, അപരിഗ്രഹ ദാനം മേടിക്കാത്തവനും, ഏകാകിയും വിവിക്ത ഏകാന്തത്തിൽ പോയിട്ട് ആശ്രയിച്ചിട്ട് ഭിക്ഷാന്നം മിതമായി ആഹരിക്കുന്നവനുമായ ഭിക്ഷുസ്യാൽ സന്യാസിയായിട്ട് തീരുന്ന പറയുകയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്
ആരെങ്കിലും ഉദ്യമിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? അപ്പോൾ വിരക്തി തന്നെത്താൻ വരും. അപ്പം ദാനം സ്വീകരിക്കൽ ഉപേക്ഷിക്കും. അപ്പോൾ ഏകാഗിയായിട്ട് വിജനപ്രദേശത്ത് ചെന്നിട്ട് ആ ഭിക്ഷാന്നം കൊണ്ട് മാത്രം ആഹരിക്കുന്ന സന്യാസിയായി തീരും അവൻ. ദേശേഷു ചൗസമേ രാജൻ സംസ്ഥാപ്യാസനമാത്മന സ്ഥിരം സമം സുഖം തസ്മിൻ ആസീതർജ്വംഗ ഓമിതി. എന്നിട്ടോ ആ ഏകാന്തത്തിൽ ചെന്നിട്ട് രാജൻ ശുചൗ സമേ ദേശേ നല്ല ശുദ്ധിയുള്ളതും നിരപ്പായിട്ടുള്ളതുമായുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ആത്മന ആസനം സംസ്ഥാപ്യ തൻ്റെ ഒരു ആസനത്തെ ഉറപ്പിച്ചിട്ട് സുഖമായിട്ടുള്ള ഒരു ആസനത്തെ ഉറപ്പിച്ചിട്ട് അതിൽ സമം സുഖം, അതായത് സമമാം വണ്ണം സസുഖം ഋജ്വ നീണ്ട് നിവർന്നിരുന്നിട്ട് സ്ഥിരം ഇളകാണ്ട് ഓം ഇരി എന്ന് ജപിച്ചുകൊണ്ട് ഇരിക്കുക. ആ ഏകാന്തത്തിൽ ചെന്നിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ അഷ്ടാംഗ യോഗചര്യകൾ എങ്ങനെ പരിശീലിക്കേണ്ടതെന്നാണ് പറയണത്. പ്രാണാപാനോ സന്നിരുദ്ധ്യാൽ പൂരകുംഭകരേ ജഗൈ യാവൻ മനസ്ത്യജേൽ കാമൻ സ്വനാസാഗ്രനിരീക്ഷണ. മനസ്സ് കാമാൻ ത്യജേൽ യാവൽ, മനസ്സ് ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള ആസക്തികളെ ഉപേക്ഷിക്കണം. അതുവരയ്ക്കും സ്വനാസാഗ്രനിരീക്ഷണ, തൻ്റെ മൂക്കിൻ്റെ അറ്റത്തന്നെ ദൃഷ്ടി ഊന്നിക്കൊണ്ട് പൂരകുംഭകരേചകൈ, പൂരകം കുംഭകം രേചകം എന്നുള്ള രീതിയിലുള്ള പ്രാണായാമങ്ങളെ നന്നായി ഈ പ്രാണനെ അപാന്യം നിരോധിച്ചുകൊണ്ടുള്ള പ്രാണായാമം പരിശീലിക്കണം. യതോ നിസ്സരതി മനഃ കാമഹതം ഭ്രമൽ തതസ്തൗപാഹൃത്യ ഹൃതിരുന്ധ്യാൽ ശനൈർഭുതാ. ബുധൻ എന്ന് പറഞ്ഞാൽ സമർത്ഥനായിട്ടുള്ള ആള് കാമത്താൽ ഹനിക്കപ്പെട്ട് ഭ്രമൽ ചുറ്റിത്തിരിയുന്ന മനസ്സിനെ എവിടേക്കെല്ലാം മനസ്സങ്ങനെ ചുറ്റി നിസ്സരതി പതറിപ്പോകുന്നുണ്ടോ അവിടുന്നൊക്കെ അതാതിടത്ത് നിന്ന് ശനൈ സാവധാനത്തിൽ ഉപാഹൃത്യ തിരിച്ചെടുത്തിട്ട് ഹൃതിരുന്ധ്യാൽ ഹൃദയത്തിൽ ബന്ധിക്കണം എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ സ്വധർമ്മ ആചരണം കൊണ്ട് പല ധർമ്മങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം? ഇന്ദ്രിയ വിജയം നേടണം എന്ന് പറഞ്ഞു. 6 ഇന്ദ്രിയങ്ങളിൽ ജയിക്കാനാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളിൽ ജയിച്ചു. ഇതിപ്പോൾ മനസ്സിനെ എങ്ങനെ ഏകാന്തത്തിലിരുന്ന് പ്രാണായാമം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്ന കഥയാണ് ഇവിടെ. മെല്ലെ മെല്ലെ മനസ്സിനെ പുറത്തേക്ക് പോകുന്ന മനസ്സിനെ മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഹൃദയത്തിൽ അങ്ങോട്ട് ബന്ധിക്കണമെന്ന്. ഏവം അഭ്യസതശ്ചിത്തം കാലേനാൽപീയസായതേ അനിശം തസ്യ നിർവാണം യാത്യ അനിന്ധനവന്യവൽ. അനിശം ഏവം അഭ്യസത, ഇങ്ങനെ ഇടതളവില്ലാണ്ട് അഭ്യസിച്ചു വരുന്ന തസ്യയതി, ആ യതിയുടെ ചിത്തം മനസ്സ് അനിന്ധനവന്യവൽ, ആ വിറക് തീർന്നു പോയിട്ടുള്ള അഗ്നി പോലെ അൽപീയസാ കാലേന ചുരുങ്ങിയ സമയം കൊണ്ട് നിർവാണം യാതി നിർവൃതിയെ പ്രാപിക്കണോ എന്ന് പറയാണ്. കാമാധിപിരണാഭിദ്ധം പ്രശാന്താഖിലവൃത്തിയൽ ചിത്തം ബ്രഹ്മസുഖസ്പൃഷ്ടം നൈവോത്തിഷ്ഠേതകരീജിൽ. യൽ ചിത്തം, യാതൊരു മനസ്സാണോ കാമാദിഭി അനാവിദ്ധം, കാമാദികളാൽ തടയപ്പെടാത്തതും പ്രശാന്താഖിലവൃത്തി, പ്രശാന്തമായ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടിയതുമായത് ആ മനസ്സ് ബ്രഹ്മസുഖസ്പൃഷ്ടം, ബ്രഹ്മാനന്ദത്താൽ സ്പർശിക്കപ്പെട്ടതായിട്ട് കരീജിൽ പിന്നീട് ഒരിക്കലും ഉത്തിഷ്ഠേതന ഏവ, തിരിച്ച് പ്രവൃത്തി മാർഗത്തിലേക്ക് എഴുന്നേൽക്കില്ല എന്ന് പറയുകയാണ്. അതായത് മനസ്സിനെ ഉപരതി എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ആ മനസ്സ് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ തുടങ്ങും. ഒരിക്കലും ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ പ്രവൃത്തി മാർഗത്തിലേക്ക് തിരിഞ്ഞു നോക്കും കൂടി ചെയ്യില്ല എന്ന് പറയുകയാണ്. യപ്രവ്രജ്യ ഗൃഹാൽ പൂർവം ത്രിവർഗാവനാൽ പുന യതി സേവേതൻ ഭിക്ഷു സവൈ വാന്താശ്യപത്രവാ. ത്രിവർഗാവനാൽ, ഇങ്ങനെ ധർമാർത്ഥ കാമങ്ങളുടെ വിളനിലയാണ് ഈ ഗൃഹസ്ഥാശ്രമം. ഗൃഹാൽ പൂർവം പ്രവ്രജ്യ, ആദ്യം ഒന്ന് വിരമിച്ചിട്ട് പ്രവ്രാജനം ചെയ്ത ശേഷം ഏതൊരാൾ പുന താൻ സേവ ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തന്നെ ആശ്രയിക്കുന്നു അവൻ ഭിക്ഷുവൈ, ആ സന്യാസിയാകട്ടെ എങ്ങനെയാണ്? വാന്താശി. വാന്താശിച്ച് എന്താണ്? ഛർദ്ദിച്ചതിനെ വീണ്ടും വാരിക്കഴിക്കില്ലേ, അതുമാതിരിയുള്ള അപത്രവ, ലജ്ജാഹീനനാണെന്ന്. അതായത് ഇതൊന്നും ഒരിക്കലും വൈരാഗ്യം വന്ന് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ, പ്രവൃത്തി മാർഗത്തിലേക്ക് എഴുതിയിരിക്കില്ലേ പറഞ്ഞില്ലേ, അത് വരാമെന്ന് പറഞ്ഞാൽ ഇത് അത്ര നീചനായിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചു വരാൻ പറ്റൂ. ലജ്ജാഹീനനാണ് അവൻ. യൈ
സ്വദേഹ സ്മൃതോ അനാത്മാ മർത്യോ വിക്രമി ഭസ്മസൽ തേനമാത്മസൽ കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാ. സ്വദേഹ മർത്യ വിക്രമി ഭസ്മസാൽ, തൻ്റെ ഈ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാണ് മർത്യാണ്, അതായത് മൃത്യു, മരിക്കാൻ, നശിച്ചു പോണതാണ്, മൃത്യുവിന് അധീനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മർത്യ എന്ന് പറയുന്നത്. പിന്നെയോ വിക്രമി ഭസ്മസാൽ, മലായിട്ട് പോവാം, മരിച്ചതിന് ശേഷം പുഴുക്കളായിട്ട് പോവാം, അല്ലെങ്കിൽ വെണ്ണീറായിട്ടോ അവസാനിക്കും. അങ്ങനെയുള്ള ഈ ശരീരം ആത്മാവല്ല, അതായത് ആത്മാവല്ലാത്തതുമായിട്ട് ഏതൊരു ഒരാൾ സ്മൃത കരുതപ്പെട്ട് അവർ പിന്നീട് ഏനം ഇതിനെ തന്നെ ആത്മസ്വരൂപം എന്ന് കൃത്വ കരുതി ശ്ലാഘയന്തി വാഴ്ത്തുന്നുവോ അവർ ഏറ്റവും നിന്ദ്യരാണെന്ന് പറയുകയാണ്. അതായത് ശരീരം നശിക്കുന്നതാണെന്ന് ബോധ്യം വന്ന് ആത്മാവല്ല എന്ന് ഉറപ്പ് വന്നിട്ട് ഒരാൾ വീണ്ടും ഈ ശരീരത്തിനെ തന്നെ താനാണ് ശരീരം എന്നുള്ള ഭാവം കരുതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിന്ദ്യനാണ്. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരവി തപസ്വിനോ ഗ്രാമസേവ ഭിക്ഷോരിന്ദ്രിയലോലത ആശ്രമ അപസദാഹ്യേതി ഖൽവ ആശ്രമ വിഡംബര ദേവമായ വിമൂഢാം സ്തൻ ഉപേക്ഷേതാനുകമ്പയാ. ഇനി ഓരോരുത്തരുടെ കഥ ആലോചിച്ച് നോക്കൂ. ഗൃഹസ്ഥസ്യ, ആ ഗൃഹസ്ഥൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ പ്രവൃത്തികൾ കർമ്മങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുക വേണ്ടത്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, ക്രിയാത്യാഗ. അതുമാതിരി വടോ അഭി, ഒരു ബ്രഹ്മചാരിയുടെ ആ ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ പരിത്യാഗം. അതുമാതിരി തപസ്വിന വാനപ്രസ്ഥൻ്റെ ഗ്രാമസേവ, ഗ്രാമത്തിലുള്ള ജീവിതം. ഭിക്ഷോ സന്യാസിയുടെ ഇന്ദ്രിയങ്ങളിലുള്ള ആ ആഗ്രഹം. ആശ്രമ അപസത, ഈ ആശ്രമധർമ്മത്തിൽ നിന്നുള്ള പാളിച്ചകളാണ് ഇതൊക്കെ എന്ന് പറയുകയാണ്. ഇവരാകട്ടെ ആശ്രമ വിടംബക, അതായത് അവർ അതാത് ആശ്രമികളായിട്ട് വരും, നടിക്കുന്നവരാണെന്ന് മാത്രമാണ്. ദേവമായ ദേവമായാൽ ആണ് ഇവരൊക്കെ ഇങ്ങനെ മൂഢരായി തീർന്നിട്ടുള്ള ഇത്. അവരെ അനുകമ്പയോടെ പരിത്യജിക്കണം ബാക്കിയുള്ളവരെന്ന് പറയുകയാണ്. കാരണം കഷ്ടം, ശോചനീയാണ് അവരുടെയൊക്കെ അവസ്ഥ. ആത്മാനം വിജാനീയൽ പരം ജ്ഞാനദുദാശയ കിമിച്ഛൻ കസ്യവാഹേതോർ ദേഹം പുഷ്ണാതിലംബടാ. ജ്ഞാനദുദാശയ, ജ്ഞാനത്താൽ ദഹിപ്പിക്കപ്പെട്ട എല്ലാ കർമ്മവാസനയോടും കൂടിയിട്ടുള്ള ആ ഒരുവൻ ആത്മാവിനെ പരംബ്രഹ്മമായി വിജാനിച്ചേൽ അറിയാൻ കഴിഞ്ഞെങ്കിൽ കിമ്മിച്ച പിന്നെ എന്തിനെ നേടാൻ ആഗ്രഹിച്ചിട്ടാണ് കസ്യ ഹേതോവ, എന്തു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലംബട വീണ്ടും വിഷയാസക്തനായിട്ട് ദേഹം പുഷ്ണാദി. അതായത് അവർ ഇങ്ങനെയുള്ള ആശ്രമത്തിൽ ഭഗവാൻ ആ പരബ്രഹ്മത്തിനെ അറിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ശരീരത്തിനെ വീണ്ടും ഭജിച്ചുകൊണ്ടിരിക്കണേ, അതിനെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കണേ എന്നാണ് നാരദ മഹർഷി ചോദിക്കണേ. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂൻ മന ഇന്ദ്രിയേശം വർമാനി മാത്രാ ദിഷണം ച സൂതം സത്വം ബൃഹൽ ബന്ധുരമീശ സൃഷ്ടം. ഈ ശരീരത്തെ എന്തായിട്ട് ശ്രുതികളെ ഉദ്ഘോഷിക്കണം, എന്തായിട്ട് ഒരു തേരായിട്ട് രഥം. ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ട്, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രാവായിട്ട് ആരാണ്? മനസ്സ്, അതായത് കടിഞ്ഞാണുകൾ. അതാണ് അഭീഷൂൻ, കടിഞ്ഞാണുകളായിട്ടും. മാത്ര തന്മാത്രകളെ വർത്തമാന രഥവീതികളായും, ദിഷണാം ബുദ്ധിയെ സൂതം സാരഥിയായിട്ടും, അതുമാതിരി സത്വം ചിത്തത്തെ ബൃഹൽ ബന്ധുരം ച ശക്തിയുള്ള ആ തേരിനെ കിട്ടുന്ന കയറായിട്ടും ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ട് വേദങ്ങളൊക്കെ ഉദ്ഘോഷിക്കണമെന്ന് പറയുകയാണ്. അക്ഷം ദശപ്രാണമധർമ്മധർമ്മൗ ചക്രേഭിമാനം രഥിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഈ രഥത്തിൻ്റെ അച്ചുതുണ്ടാകുന്നത് 10 വിധത്തിലുള്ള പ്രാണങ്ങളാണ്. ചക്രങ്ങൾ അധർമ്മവും ധർമ്മവുമാണ്. അഭിമാനം ജീവം, ഈ ആത്മാഭിമാനമുള്ള ജീവാത്മാവത്രേ രഥത്തിലിരിക്കുന്ന ആൾ, രഥസ്ഥൻ. പ്രണവം ഓങ്കാരമത്രേ തസ്യ, അവൻ്റെ ധനുസ്. ജീവൻ, ശുദ്ധനായിട്ടുള്ള ജീവൻ. ശരം പരമാത്മാവിനെ തന്നെ ലക്ഷ്യമായിട്ട് വെച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ അമ്പ ചെയ്യേണ്ടത് എന്നാണ് പറയണത് എന്നാണ്. അതായത് ഇവിടെ ഉൾപ്രേക്ഷിക്കുകയാണ്, ഈ ജീവിതയാത്രയെ ഒരു രഥയാത്രയായിട്ട് ഉൾപ്രേക്ഷിക്കുകയാണ്. ഇത് കഠോപനിഷത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള തത്വത്തിനനുസരിച്ച്, അതായത് കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അനുസൃതമായിട്ടുള്ള ഒരു വിസ്തരണമാണ് ഇവിടെ. എന്താണ്?
ശരീരത്തിനെ രഥം എന്ന് കരുതുക. ഇതിനെ ജീവാത്മാവാണ് അതിൽ ഇരിക്കുന്ന ആൾ. അങ്ങനെയുള്ള ആ ജീവാത്മാവിൻ്റെ രഥമാണ് ഈ ശരീരം. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ഇന്ദ്രിയങ്ങളുടെ അധിപനായിട്ടുള്ള മനസ്സാണ് ആ കുതിരകളെ പിടിക്കുന്ന കടിഞ്ഞാണ്. ആ ഇന്ദ്രിയങ്ങൾ എവിടെയാണ് പോകുന്നത്? ശബ്ദാദി വിഷയങ്ങളാകുന്ന വീതികൾ, ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ കുതിരകൾ പോകുന്ന വീതികൾ. ആ ബുദ്ധിയെ സാരഥിയായിട്ട്, കടിഞ്ഞാണത് നിയന്ത്രിക്കുന്ന സാരഥിയായിട്ട് ബുദ്ധിയെ, ചിത്തത്തെയാണ് ശക്തിയായിട്ടുള്ള കെട്ടുകയറായിട്ട് സൃഷ്ടിക്കപ്പെട്ടത്. ഇതൊക്കെയാണ് ശ്രുതിയിൽ പറയുന്നത്. ആ രഥത്തിൻ്റെ അച്ചുതണ്ടുകളാണ് ആ 10 പ്രാണങ്ങളുടെ സമുച്ചയം. സുഹൃത ദുഷ്കൃതങ്ങളാണ് ഈ രഥത്തിൻ്റെ ചക്രങ്ങൾ. ഞാനെന്ന് അഭിമാനിക്കുന്ന ഈ മായാബദ്ധനായിട്ടുള്ള ജീവാത്മാവാണ് നേരത്തെ പറഞ്ഞില്ലേ രഥത്തിലെ സഞ്ചാരി. ആ പ്രണവമായിട്ടുള്ള വില്ലെടുത്തിട്ട് ശുദ്ധമായിട്ടുള്ള ജീവൻ ആ ശരം എന്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണേ? പരമാത്മാവിലേക്ക് പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അങ്ങനെ ആ ശരം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഈ ജീവിതയാത്ര ഉദ്ദേശം എന്താണ്? പരമാത്മാവായിട്ടുള്ള ലക്ഷ്യത്തിൽ പ്രാപിക്കുക ഈ ജീവാത്മാവ്. ത്യാഗോദ്വേഷശ്ച ലോഭശ്ച ശോകമോഹൗ ഭയം മദ മാനോപമാനോസൂയാച മായാ ഹിംസാ ച മത്സര രജപ്രമാദ ക്ഷുന്നിദ്ര ശത്രവസ്ത്വൈവ മാദയ രജസ്തമ പ്രകൃതയ സത്വപ്രകൃതയ ക്വചിൽ. ഇനി ഈ യുദ്ധത്തിൽ പോണ സമയത്ത് സാധകനെ നേരിടുന്ന ശത്രുക്കളൊക്കെ ആരാണ്? രാഗം, ദ്വേഷം, ലോഭം, ശോകം, മോഹം, ഭയം, മദം, മാനം, അവമാനം, അസൂയ, മായ, ഹിംസ, മത്സരം, രജോഗുണം, അശ്രദ്ധ, വിശപ്പ്, ഉറക്കം, ഇതൊക്കെയാണ് ഈ വഴിയിൽ വരുന്ന ശത്രുക്കൾ. രജോഗുണവും തമോ ഗുണവും പോലെ ചിലപ്പോൾ ഈ സത്വഗുണവും ശത്രുത്വമായിട്ട് ഭവിക്കാം. അതിനാൽ അതും സാധകന് അവസാന കാലത്ത് ത്യജിക്കേണ്ടതാണെന്ന് പറയുകയാണ്. അതിൽ ആ സത്വഗുണത്തിൽ നല്ല ഒരു കാരുണ്യം വന്ന സമയത്താണ് എന്താണ് ആ ചെറിയൊരു മാനിനോടുള്ള ആ വാത്സല്യം കൊണ്ട് അത് വീണ്ടും അതിന് സംഘത്തിന് കാരണമായി വന്നില്ലേ ഭരതമുനി രാജാവിന്. അതുമാതിരിയാണ് ചെറിയ യോഗഭ്രഷ്ടത്തിന് കാരണമായി തീരും. ഈ ജീവകാരുണ്യവും കൂടി ബന്ധത്തിലേക്കും യോഗഭ്രഷ്ടനും കാരണമായി തീരും എന്നാണ് ഇവിടെ ശ്രീധരാചാര്യർ പറയുന്നത്. അതായത് ക്വചിത് ആരൂഢ സമാധേ സത്വപ്രകൃതയോപി പരോപകാരാദി പ്രവൃത്തയ ശത്രവ. അങ്ങനെ ആ ആരൂഢ യോഗത്തിലേക്ക് അങ്ങനെ പോകുന്ന അവസ്ഥയെത്തിയ സമയത്ത് ചെറിയ പരോപകാരമായിട്ട് ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളും കൂടി ശത്രുക്കളായിട്ട് വീണ്ടും ബന്ധനത്തിനായിട്ട് കാരണമായി തീരാമെന്ന് സൂചിപ്പിക്കാൻ അവിടെ. യാവന്നൃകായ രഥമൽപവശോപകൽപ്പം ദത്തേ ഗരിഷ്ഠചരണാർച്ചനയാ നിഷാദം ജ്ഞാനാസി അച്യുതബലോ ദദതസ്തശത്രു സ്വരാജ്യതുഷ്ട ഉപശാന്ത ഇതം വിജഹ്യൽ. ഇങ്ങനെ ഇപ്രകാരം നൃകായ രഥം, ഈ മനുഷ്യശരീരമാകുന്ന രഥത്തെ ആത്മവശോപകൽപ്പം ആ തൻ്റെ ചൊൽപ്പടിക്ക് ഒതുക്കുന്നതാക്കിയിട്ട് യാവൽ എത്രത്തോളം കാലം ധത്തെ വഹിക്കുന്നുവോ ആ കാലപരിധിക്കുള്ളിൽ ഗരിഷ്ഠചരണാർച്ചനയാ യോഗ്യനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ആ പാദത്തിൽ ഉള്ള ഉപാസന കാരണം നിഷാദം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചുള്ള മൂർച്ചയേറിയ ജ്ഞാനമാകുന്ന വാളിനെ ജ്ഞാനാസിം ധരിച്ചുകൊണ്ട് അച്യുതബല മഹാവിഷ്ണുവിൻ്റെ ആകുന്ന ബലത്തോടുകൂടെ അസ്തശത്രു തൻ്റെ ശത്രുക്കളായിട്ടുള്ള രാഗദ്വേഷാദികളെല്ലാം ഒടുക്കിയവനായിട്ട് ഉപശാന്തിയെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വരാജ്യതുഷ്ട. എന്താ സ്വരാജ്യതുഷ്ട എന്ന് പറഞ്ഞാൽ ആത്മാനന്ദ പ്രാപ്തിയിൽ അങ്ങനെ സന്തുഷ്ടനായിട്ട് ഇതം വിജഹ്യാൽ ഇതിനെ ത്യജിക്കണം എന്ന് പറയാണ്. ഏതിനെ? ഈ ശരീരത്തിന് രഥത്തിന് പിന്നെ ത്യജിക്കുക എന്ന് പറയാണ്. അല്ലാന്നുണ്ടെങ്കിലോ നോചേൽ പ്രമത്തം അസതേന്ദ്രിയവാഹിസൂത നീത്വോൽപദം വിഷയദസ്യുഷുദിക്ഷിവന്തി തേദസ്യവ സഹയസൂതം സഹയസൂതമമും തമോന്തേ സംസാരകൂപ ഒരു മൃത്യുഭയേക്ഷിവന്തി. ഈ രഥത്തിനെയും ഈ കുതിരകളെയും എല്ലാം തന്നെ നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അല്ലാത്ത പക്ഷം അസതിന്ദ്രിയവാജിസൂത, അതായത് ദുഷിപ്പിക്കുന്ന വാസനകളുള്ള ഈ കുതിരകളും സാരഥിയും കൂടിയിട്ട് പ്രമാദത്തിന് അടിവപ്പെടുന്ന ഈ രഥികനെ, തേരിലിരിക്കുന്ന ആളെ ഉത്പഥം തെറ്റായിട്ടുള്ള വഴികളിലേക്ക് ഇഴച്ചഴിച്ച് കൊണ്ടുപോയിട്ട് വിഷയദസ്യു വിഷയങ്ങളാകുന്ന കള്ളന്മാരുടെ ഇടയിൽ
ചാടിക്കുന്നു. നിക്ഷിബന്തി എന്ന് അവിടെ കൊണ്ട് എത്തിക്കുന്നു പറയാണ്. തേജസ്യ ആ കള്ളന്മാരോ എന്ത് ചെയ്യും? സഹയസൂതം ആ കുതിരകളോടും സാരഥിയോടും കൂടിയിട്ടുള്ള അമും ഈ രഥികനെ ഒരു മൃത്യുഭയെ വല്ലാത്ത മരണഭീതിക്ക് ആസ്പദമായതും അന്ധകാരമായ മയമായിട്ടുള്ള സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ ക്ഷിബന്തി വീഴ്ത്തുന്നു എന്ന് പറയുകയാണ്. അതായത് ബുദ്ധിയും മനസ്സിനെയൊക്കെ തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചില്ല ഈ ജീവാത്മാവ് വെച്ചാൽ എന്താ ഉണ്ടാവുക? അവരുടെയൊക്കെ വശംവദനായിട്ട് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയിട്ട് വീണ്ടും സംസാരമാകുന്ന പൊട്ടക്കിണറ്റിലേക്കാണ് വീഴും ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രവൃത്തം ച നിവൃത്തം ച ദ്വിവിധം കർമ്മ വൈദികം ആവർത്തേത പ്രവൃത്തേന നിവൃത്തേനാശ്നുതേ അമൃതം. വൈദികം കർമ്മങ്ങൾ പ്രവൃത്തം നിവൃത്തം എന്ന് രണ്ട് തരത്തിലുണ്ട്, എല്ലാവർക്കും അറിയാം. അതിൽ പ്രവൃത്ത കർമ്മങ്ങൾ ചെയ്താൽ എന്താ ഉണ്ടാവുക? വീണ്ടും വീണ്ടും ഈ സംസാരം ഇങ്ങനെ ആവർത്തനം ഉണ്ടാകും. നിവൃത്ത കർമ്മങ്ങൾ ചെയ്താലോ അമൃതം അശ്നുതേ അമൃതത്വം അനുഭവിക്കുകയും ചെയ്യുന്നു. അതായത് ഈ പ്രവൃത്തി മാർഗം എന്നുള്ളത് എങ്ങനെയാണ്? പുനർജന്മഹേതുവാണ്. നിവൃത്തി മാർഗം എന്നുള്ളത് പുനരാവൃത്തി വിഹീനായിട്ടുള്ള ആ മോക്ഷത്തിനുള്ള ഹേതുവാണ്. ഹിംസ്രം ദ്രവ്യമയം കാമ്യം അഗ്നിഹോത്രാദ്യശാന്തിരം ദർശശ്ച പൂർണമാസശ്ച ചാതുർമാസ്യം പശുസുത ഏതദിഷ്ടം പ്രവൃത്താഖ്യം ഹുതം പ്രഹുതമേവര പൂർത്തം സുരാലയാ രാമ കൂപാദിവ്യാധിലക്ഷണം. ഇനി എന്താണ് ഈ ഇഷ്ടം എന്നറിയപ്പെടുന്ന അഗ്നിഹോത്രാദി യാഗങ്ങൾ? അതുമാതിരി ദർശം, പൂർണ്ണമാസം, ചാതുർമാസ്യം, പശുബന്ധം, സോമയാഗം, ഇങ്ങനെ ഇതൊക്കെ ഹുതവും പ്രഹുതവും എല്ലാം ഹിംസാമയാണ്, ദ്രവ്യമയാണ്, ദ്രവ്യസാധ്യമാണ്, കാമ്യവുമായിട്ടുള്ള കർമ്മങ്ങളാണ് ഇതെല്ലാം. പൂർത്തം ഇതൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ. ഇനി പൂർത്തം എന്നുള്ളത് എന്താണ്? സുരാലയ ആരാമ കൂപാദിവ്യാധി ലക്ഷണം. ദേവാലയങ്ങൾ പണിയുക, ഉദ്യാനങ്ങൾ പണിയുക, പൊതു കിണറുകൾ ഉണ്ടാക്കുക, തണ്ണീർപ്പതൽ ഉണ്ടാക്കുക, ഇതിനൊക്കെയാണ് പൂർത്തം എന്നുള്ള പറയുക. ഇതും ഈ രണ്ടും ഇങ്ങനെയാണ് ഇഷ്ടാപൂർത്തം രണ്ടും പ്രവൃത്തി ധർമ്മങ്ങളിൽ പെട്ടതാണെന്ന് പറയുകയാണ്. അശാന്തിതം അതൊന്നും നിത്യശാന്തിക്ക് ഉപയുക്തമാവില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഇതൊക്കെ പ്രവൃത്തി മാർഗത്തിൽ പെട്ടതാണെന്നാണ്. ദ്രവ്യസൂക്ഷ്മ വിഭാഗശ്ച ധൂമോ രാത്രിരഭക്ഷയ അയനം ദക്ഷിണം സോമോ ദർശ ഓഷധിവീരുത അന്നം രേത ഇരിക്ഷ്മേശ പിതൃയാനം പുനർഭവ ഏകൈകശ്യേനാനുപൂർവം ഭൂത്വേഹ ജായതേ. ഹേ ക്ഷ്മേശ, അതായത് രാജാവേ എന്ന് വിളിക്കുന്നത്, ഭൂമിയുടെ അധിപനായിട്ടുള്ള രാജാവേ, നിഷേകാദി ശ്മശാനാന്തൈ സംസ്കാരൈ സംസ്കൃത ദ്വിജ. അതായത് ഇങ്ങനെ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രാഹ്മണൻ ആ ദ്രവ്യസൂക്ഷ്മ ഗർഭാധാനം മുതൽ ശവസംസ്കാര പര്യന്തമുള്ള എല്ലാ സംസ്കാരങ്ങൾക്ക് വിധേയനായിട്ടുള്ള ആ ദ്വിജൻ എന്ത് ചെയ്യണം? എന്താവും? യജ്ഞദ്രവ്യങ്ങളുടെ സൂക്ഷ്മാംശമായിട്ട് പരിണമിച്ചിട്ട് അതായത് താൻ ധാരാളം യജ്ഞങ്ങൾ ചെയ്താൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ആ ദ്രവ്യങ്ങൾ സൂക്ഷ്മാംശമായിട്ട് പരിണമിച്ചിട്ട് ധൂമ, രാത്രി, അപക്ഷയ, ദക്ഷിണം, അയനം, ആ മാർഗം പറയുകയാണ്, പിതൃയാനത്തിൻ്റെ മാർഗം പറയുകയാണ്. പുക, അതുമാതിരി രാത്രി, അതുമാതിരി കൃഷ്ണപക്ഷം, അതുമാതിരി ദക്ഷിണായനം, ഈ മാർഗങ്ങളിലൂടെ ചെന്നിട്ട് ചന്ദ്രലോകം പ്രാപ്തനാകുന്നു പറയുകയാണ്. അദർശ, അവിടെ വെച്ച് അദൃശ്യരൂപനായിട്ട് ഓഷധി വീഴുന്നത് വൃക്ഷിയിലൂടെ അങ്ങനെ ഭൂമിയിൽ ആ ചന്ദ്രൻ്റെ ഔഷധി രൂപത്തിൽ വീണ്ടും ഭൂമിയിൽ ജയിച്ചിട്ട് ഔഷധികളായിട്ടും സസ്യലതാദികളായിട്ടൊക്കെ മുളച്ചിട്ട് അന്നം ആഹാരപദാർത്ഥമായി തീർന്ന് രേതസ്സായി ഏകൈകസ്യ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ക്രമപ്രകാരം ഇങ്ങനെ ആയിത്തീർന്ന് ഇവിടെ വീണ്ടും ജനിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പിതൃയാനം പുനർഭവത്തിന് കാരണമായിട്ട് തീരുന്നുള്ളതിൻ്റെ അതിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. നിഷേകാദി ശ്മശാനാന്തൈ സംസ്കാരൈ സംസ്കൃതോ ദ്വിജ ഇന്ദ്രിയേഷു യജ്ഞാൻ ജ്ഞാനദീപേഷു ജുഹ്വതി ഇന്ദ്രിയാണി മനസ്യൂർമൗ വാചി വൈകാരികം മന വാചം വർണ്ണസമാംനായേ തം ഓങ്കാരേശ്വരേന്യസേ ഓങ്കാരം ബിന്ദൗ നാദേ തം തു പ്രാണേ മഹത്യമും. ഇനി പിതൃയാനം പറഞ്ഞു, ഇനി ദേവയാനത്തിൻ്റെ മാർഗം അങ്ങനെ വിവരിക്കുകയാണ്. നിഷേകാദി ശ്മശാനാന്ത, അതായത് ഗർഭാധാനം മുതൽ ശവസംസ്കാരം വരെയുള്ള സംസ്കാരങ്ങളാൽ സംസ്കരിക്കപ്പെട്ടവനായിട്ടുള്ള ദ്വിജൻ, അതായത് ദ്വിജൻ എന്ത് ചെയ്യും?
അതിൽ ചേട്ട കേജിൽ ചില ബ്രാഹ്മണന്മാര് ദ്വിജന്മാര് ക്രിയായജ്ഞാൻ ഈ ക്രിയാരൂപത്തിലുള്ള യജ്ഞങ്ങളെയൊക്കെ ജ്ഞാനദീപേഷു ജ്ഞാനത്താൽ ജ്വലിപ്പിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഹോമിക്കണമെന്ന് പറയുകയാണ് ആ ക്രിയായജ്ഞങ്ങളൊക്കെ. എന്നിട്ടോ ആ ഇന്ദ്രിയങ്ങളെ ഊർമ്മവും സങ്കല്പസ്വരൂപത്തിലുള്ള മനസ്സിലും വൈകാരികം വികാരങ്ങൾക്ക് അധീനമായിട്ടുള്ള ഈ മനസ്സിനെ വേദവാക്യത്തിലും വാചം ആ വാക്കിനെ വർണ്ണസമുദായത്തിലും ആ വർണ്ണസമുദായത്തിനെ ഓങ്കാരേശ്വരെ ഏകമായിട്ടുള്ള ഓങ്കാരസ്വരത്തിലും ആ ഓങ്കാരത്തെ ബിന്ദുവിലും ആ ബിന്ദുവിനെ നാദത്തിലും ആ അതിനെ ആകട്ടെ പ്രാണനിലും അമും ഈ പ്രാണനെ മഹതി അതായത് ബ്രഹ്മത്തിലും ന്യസയിൽ സമർപ്പിക്കണം. അതായത് ഈ ജ്ഞാനയജ്ഞം കൊണ്ട് ഈ ഭാവങ്ങളേക്കെല്ലാം തീർത്ത് അവസാന ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സ് അവസാനം തന്നെ ആ ബ്രഹ്മത്തിൽ അങ്ങോട്ട് അർപ്പിക്കണം. അതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിന എന്ന രീതിയിലുള്ളതിൽ താൻ തന്നെ ഈശ്വരഭാവത്തിലേക്ക് അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി തന്നെ സ്വയം ബ്രഹ്മാവിൽ അർപ്പിക്കുന്നത്. അതാണ് ജ്ഞാനയജ്ഞം. അഗ്നി സൂര്യോ ദിവാപ്രാഹ്ണ ശുക്ലോ രാഗോത്തരം സ്വരാ വിശ്വശ്ച തൈജസ പ്രാജ്ഞ തുര്യ ആത്മാ സമന്വയൽ. അഗ്നി സൂര്യ ദിവാപ്രാഹ്ണ ശുക്ല രാഗ ഉത്തരം. അതാണ് ഇങ്ങനെ ഈ ദേവയാനത്തിന്റെ മാർഗം എന്താണ്? അഗ്നി നേരത്തെ ധൂമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അഗ്നിയാണ്, പിന്നെ ചന്ദ്രന്റെ സ്ഥാനത്ത് ഇവിടെ സൂര്യനാണ്, പിന്നെ പകല്, പിന്നെ അതില്ലേ സായാഹ്നം, ശുക്ല വെളുത്തപക്ഷം, പൗർണമാസി, ഉത്തരായനം ഈ വഴികളിൽ കൂടെ ബ്രഹ്മലോകം പ്രാപിച്ചവനായിട്ടുള്ള ആ വിശ്വൻ തേജസനായും പ്രാജ്ഞനായും ഇവയിലെല്ലാം സമന്വയിച്ചിരിക്കയാൽ തുര്യനായുള്ള ആത്മാ കേവല ആത്മാവായി തീരുന്നു പറയാണ്. എന്താ ഈ വിശ്വൻ തേജസൻ പ്രാജ്ഞൻ എന്നൊക്കെ പറഞ്ഞാൽ രജോഗുണവും തമോ ഗുണവും സത്വഗുണത്തിൻ്റെയൊക്കെ അധിപതികളായിട്ടുള്ള അഹങ്കാരത്തിനാണ് പറയണത്. അല്ലാന്നുണ്ടെങ്കിൽ സ്വപ്നത്തിലും അതുമാതിരി ജാഗ്രത്തിലും സുഷുപ്തിയിലൊക്കെ ഉള്ള ആ ഭാവത്തിനെ പറ്റി പറയാം. അതെല്ലാം ചേർന്നിട്ട് കേവലമായിട്ടുള്ള തുരീയ അവസ്ഥയിലുള്ള ആത്മാവായിട്ട് തീരുന്നു ഈ ജീവാത്മാവ്. എന്നിട്ടോ ഇതിനെയാണ് ദേവയാനെന്ന് പറയുക. ദേവയാനമിതം പ്രാഹുർ ഭൂത്വാ അനുപൂർവച ആത്മയാജ്യുപശാന്താത്മാ ഹ്യാത്മസ്ഥോ ന നിവർത്തതേ. ഇതം ദേവയാനം പ്രാഹു ഇതിനെയാണ് ദേവയാനം എന്ന് പറയുന്നത്. ആത്മയാജി ഇങ്ങനെ ആത്മാവിനെ തന്നെ ഉപാസിക്കുന്നവൻ ഉപശാന്താത്മാ മനഃശാന്തി വന്നവനായിട്ട് അനുപൂർവശ ക്രമപ്രകാരം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പകർന്ന് അതായത് ആദ്യം ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സായിത്തീരും, കർമ്മങ്ങൾ ചെയ്യുന്നതിന് അതിശേരം ഇന്ദ്രിയങ്ങളായിത്തീരും, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിൽ നിന്ന് ചിത്തത്തിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് എന്താണ് മഹത്വത്വം അങ്ങനെ മാറി ബ്രഹ്മാവിലേക്ക് ബ്രഹ്മത്തിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരും. അതാണ് ക്രമപ്രകാരം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പകർന്ന് ആത്മസ്വരൂപത്തിൽ തന്നെ അങ്ങോട്ട് സ്ഥിരനായി തീരുന്നു പറയുകയാണ്. അതിൽ നിന്ന് നിവർത്തതേ പിന്നെ മടങ്ങി വരുന്നില്ല. ഇതാണ് ദേവയാണെന്നുള്ള മാർഗം. പിതൃദേവാനാം അയനേ വേദധർമ്മിരേ ശാസ്ത്രേണ ചക്ഷുഷാ വേദ ജനസ്ഥോപി ന മുഹ്യതി. ആരാണോ വേദനിർമ്മിതേ പിതൃദേവാനാം ഏതേ അയനേ ആരാണോ വേദത്താൽ നിയമിക്കപ്പെട്ടതായിട്ടുള്ള ഈ പിതൃക്കളെ ദേവകളുടെ ഇവരുടെ ഈ പിതൃയാനം ദേവയാനം ഇതിനെ ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ അറിയുന്നത് വേദ അവൻ ജനങ്ങളോട് ചേർന്നവനായാലും മുഹ്യതി ഭ്രമിക്കുന്നില്ല. ആദാവന്തേ ജനാനാം സൽ ബഹിരന്തപരാവരം ജ്ഞാനം ജ്ഞേയം വചോ വാച്യം തമോ ജ്യോതിസ്ത്വയം സ്വയം. ജനാനാം ആദൗ അന്തേ സത് അതായത് ജനങ്ങളുടെ ആദിയിലും ഒടുവിലും സത്തായി നിന്നുകൊണ്ട് ബഹി പുറമെ ഭോഗ്യമായും അകമേ ഭോക്താവായും പരാവരം ഉയർന്നതും താഴ്ന്നതുമായും ജ്ഞേയം അറിയപ്പെടേണ്ടതായും ജ്ഞാനം അറിവായും വാച്യം പറയപ്പെടേണ്ടതായും വച വാക്കായും തമ ഇരുട്ടായും അതുമാതിരി ജ്യോതി പ്രകാശമായും ഇരിക്കുന്നത് അയം സ്വയം അത് ഈ ആത്മാവ് തന്നെയാണ്. അതാണ് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം. ആഭാദിതോ വിഹ്യാഭാസോ യഥാ വസ്തുതയാ സ്മൃത ദുർഘടത്വാൽ ഐന്ദ്രിയകം തദ്വദർത്ഥവികൽപിതം. ആഭാദിത അപി വസ്തുതയാ സ്മൃത
യഥാ അതായത് പ്രതിരൂപം ഒരു ഒരു വസ്തുവിന്റെ പ്രതിരൂപം യുക്തി വിരോധത്താൽ പൂർണ്ണമായും ബാധിപ്പിക്കപ്പെട്ടതാണെങ്കിലും വസ്തുവാണെന്ന ഭാവത്തിൽ തോന്നപ്പെടുകയാണ് ചെയ്യുന്നത്. എപ്രകാരോ അതുപോലെ അതായത് വാസ്തവത്തിൽ ഇല്ലാത്ത ആ പ്രതിബിംബത്തിനെ നമ്മൾ വാസ്തവമായിട്ട് കരുതുന്ന ഇതുപോലെ അതുമാതിരി ദുർഘടത്വാൽ ഘടിപ്പിക്കാനാകാത്തതിനാൽ ഇന്ദ്രിയഗോചരമായവയെല്ലാം അർത്ഥവികൽപ്പിതം സത്യമാണെന്ന് ധരിക്കപ്പെടുന്നു. അതുമാതിരിയാണ് ഈ ഇന്ദ്രിയങ്ങൾ കാണുന്ന വിഷയങ്ങളൊക്കെ വാസ്തവമാണെന്ന് നമ്മൾ അങ്ങോട്ട് സ്വയം തോന്നും. മിഥ്യയാണെങ്കിലും കൂടി വാസ്തവമാണെന്ന് തോന്നുകയാണ് യഥാർത്ഥത്തിൽ. ക്ഷിത്യാദീനം ഇഹ അർത്ഥാനാം ഛായാന കഥമാഭിഹി ന സംഘാതോ വികാരോപി ന പൃഥക് നാന്വിതോ മൃഷാ. ഇഹ ഇവിടെയാകട്ടെ ക്ഷിത്യാദീനാം അർത്ഥാനാം അതായത് ഈ ഭൂമി ആകാശം അഗ്നി ജലം വായു ഇങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങളുടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കഥമാ പ്രതിഭാസമേ ഇല്ല. അങ്ങനെ ഒരു ഇതില്ല എന്ന് പറയുകയാണ്. എന്നാൽ ദേഹം അവയുടെ സംഘടിത രൂപത്തിലല്ല, വികാരമെന്ന പരിണാമമല്ല, എന്നാൽ വെവ്വേറെ ഉള്ളതല്ല, എന്നാൽ അന്വിത കൂട്ടായതുമല്ല, കേവലം മിഥ്യയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നും ചേർന്നിട്ടില്ല, സംഘാതമായിട്ട് പ്രപഞ്ചമൊന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം ആലോചിച്ച് നോക്കിയാൽ വെറും മിഥ്യയാണ്. ധാതവോ അവയവിത്വാച്ച തന്മാത്ര അവയവൈർവിന നസ്യുർഹ്യസത്യവയവിന്യസന്നാവയവോ അന്തതാ. അവയവിത്വാൽ അത് അവയവികളാകെ കൊണ്ട് തന്മാത്ര അവയവൈ ഈ ഭൂതസൂക്ഷ്മമാത്രങ്ങളായിട്ടുള്ള തന്മാത്ര അവയവങ്ങളോട് വിന കൂടാതെ ധാതവ പൃഥിവ്യാദി മഹാഭൂതങ്ങൾ നസ്യു ഉണ്ടാവുകയില്ല. അന്തത അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ സിദ്ധാന്തപക്ഷപ്രകാരം അവയവി അസതി ഇല്ലാത്തതായാൽ അവയവും അസംഹി ഇല്ലാത്തത് തന്നെ എന്നാണ്. എന്താണ് ഈ ദേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പഞ്ചഭൂതാത്മകമാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്വഭാവമല്ല എന്ന് പറയുകയാണ്. പഞ്ചഭൂതങ്ങളുടെ സംഘടിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ പരിണാമപരമായിട്ടുള്ള ഓരോന്നിൻ്റെ പ്രത്യേക ഗുണങ്ങളതോ ഒന്നുമല്ല ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം മിഥ്യയാണ്. ആ തന്മാത്രകൾ അവയവങ്ങളാണ്, പഞ്ചമഹാഭൂതങ്ങൾ എങ്ങനെയാണ്? അവയവികളാണ്. അതായത് തന്മാത്രകളെ കൊണ്ടാണ് പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവയവം മിഥ്യയാണെന്ന് വെച്ചാൽ പിന്നെ സിദ്ധാന്തപക്ഷത്തിൽ അവയവിയും മിഥ്യ തന്നെ ആകണമല്ലോ. തന്മാത്രകൾ ഇല്ലാത്ത കഴിഞ്ഞാൽ പിന്നെ പഞ്ചഭൂതങ്ങളും ഇല്ല. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സംഘാതമായിട്ടുള്ള ശരീരവും ഇല്ല. സ്യാൽ സാദൃശ്യപ്രമസ്താവൽ വികൽപേ സതി വസ്തുന ജാഗ്രൽ സ്വാവൗ യഥാ സ്വപ്നേ തഥാ വിധിനിഷേധതാ. വികൽപ്പേ എന്ന ഈ ഭേദഭാവം സതി താവൽ ഉള്ളിടത്തോളം കാലം വസ്തുവിന് സാദൃശ്യം എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടാകുന്ന പറയുകയാണ്. ഏത് ജാഗ്രൽ സ്വാവൗ ജാഗ്രത്തും സുഷുപ്തിയും സ്വപ്നേ യഥാ സ്വപ്നത്തിൽ യഥാ തത് എപ്രകാരമോ അപ്രകാരം വിധിനിഷേധ വ്യവസ്ഥയും യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ വാസ്തവികമല്ല എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ പരമാർത്ഥമായിട്ടുള്ളൊരു വസ്തുവിൽ ഈ ഭേദബുദ്ധി ഉള്ളിടത്തോളം കാലം എന്തുണ്ടാവും? ഒരു വസ്തു കാണുമ്പോൾ മുമ്പ് എപ്പോഴോ കണ്ടുള്ളൊരു വസ്തുവായിട്ട് നമുക്ക് സാദൃശ്യം തോന്നുന്നത് മാത്രമേ ഉള്ളൂ. സ്വപ്നാവസ്ഥയിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരാൾ താൻ ഉണർന്ന അവസ്ഥയിലെത്തുമ്പോൾ അത് സ്വപ്നമല്ല എന്ന് ബോധ്യം വന്നാൽ വാസ്തവമാണ് ഉള്ള രീതിയിൽ അതിനെ കാണുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കണ്ടതെല്ലാം മിഥ്യയാണ്. കണ്ടുവച്ചാലും അതെല്ലാം യഥാർത്ഥത്തിൽ മിഥ്യയാണെന്ന് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം വരുന്ന സമയത്ത് മനസ്സിലാകും. അപ്രകാരം ഈ വിധിനിഷേധങ്ങൾക്കും ഇത്രേ ഇതിനൊക്കെ അർത്ഥമുള്ളൂ എന്ന് പറയുകയാണ്. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാണ്ട് ഈ തീരും, ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തിലെത്തും. ഈ ഏകായിട്ടുള്ളൊരു വസ്തുവിനെ നമ്മൾ പല രീതിയിൽ രണ്ടായിട്ട് കാണുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. എങ്ങനെ ഈ രണ്ടായിട്ട് കാണുന്നത്? ഇപ്പോൾ ഏത് നല്ല നല്ല വെളിച്ചം, സൂര്യ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒന്നാണ്, വെളുത്ത നിറത്തിലുള്ളതാണ്. അതിനെ ഒരു പ്രിസത്തിൽ കൂടി കാണുന്ന സമയത്ത് ചിലർക്ക് ചുവപ്പായിട്ട് കാണാം, ചിലർക്ക് പച്ചയായിട്ട് കാണാം, പലതായിട്ടും കാണാം. അതൊക്കെ ആ കാണുന്ന ആൾക്ക് അതെല്ലാം വാസ്തവങ്ങളാണ് ആ നിറങ്ങളൊക്കെ. എന്നാൽ ആ നിറങ്ങളല്ല, അതെല്ലാം വെള്ള ശുഭ്ര നിറമാണ് ജലത്തിന് പ്രകാശത്തിന് എന്നുള്ളത് എപ്പോഴേ മനസ്സിലാവൂ. ആ അതിലെ സ്ഫടികം അതവിടുന്ന് മുമ്പ് നിർത്താണ്ട് മാറ്റണം, അപ്പോഴേ യാഥാർത്ഥ്യബോധം ഉണ്ടാകൂ. അപ്പം എന്താണ് ഈ പ്രിസം എന്നുള്ളത്? അത് നമ്മുടെ ഭേദബുദ്ധിയാണ്. ആ ഭേദബുദ്ധി നശിച്ചാൽ മാത്രമേ പാരമാർത്ഥ്യം എന്താണെന്നുള്ളത് ബോധ്യമാകൂ എന്നാണ് ഈ കഴിഞ്ഞ തത്വങ്ങൾക്കൊക്കെ അർത്ഥം. അതായത് ഇവിടെ അദ്വൈതമാണ്, ശുദ്ധമായിട്ടുള്ള അദ്വൈതമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം തഥാത്മന വർത്തയൻ സ്വാനുഭൂത്യേഹ ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനി.
സ്വാനുഭൂത്യ അതെൻ്റെ തൻ്റെ സ്വന്തം അനുഭൂതിയിലൂടെ ആ ഭാവാദ്വൈതത്തെയും ക്രിയാദ്വൈതത്തെയും ദ്രവ്യാദ്വൈതത്തെയും വേണ്ട വിധം പ്രാവർത്തികമാക്കിയിട്ട് മനനശീലനായിട്ടുള്ള മുനി ഈ ലോകത്തിൽ അവനവനെ സംബന്ധിച്ച 3 വിധം സ്വപ്നങ്ങളെയും ദൂരീകരിക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് ഇനി എന്തൊക്കെയാണ് ഈ ഭാവാദ്വൈതം? 3 തരത്തിലുണ്ട്. അദ്വൈത ഭാവത്തിൽ വരുത്തുന്നതാണ്. എന്താണ് അപ്പോൾ ഈ ഭാവാദ്വൈതം വെച്ചാൽ കാര്യകാരണ വസ്തു ഐക്യമർശനം പടതന്തുവൽ അവസ്തുത്വൽ വികൽപ്പസ്യ ഭാവാദ്വൈതം തദുച്യതേ. എന്താണ് ഈ ഭാവാദ്വൈതം എന്ന് വെച്ചാൽ എന്താണ്? വികൽപ്പസ്യ അവസ്തുത്വൽ സത്യത്വമില്ലായകയാൽ പടതന്തുവൽ വസ്ത്രവും നൂലും എന്നതുപോലെ കാര്യകാരണ വസ്തു ഐക്യമർശനം കാര്യവും കാരണവും ഓരോ വസ്തു തന്നെ എന്നറിവ് ഏതോ അതാണ് ഭാവാദ്വൈതം എന്ന് പറയുന്നത്. അതായത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു വസ്ത്രം നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ആ വസ്ത്രം എന്താണ്? അതിൻ്റെ നൂടും പാവുമായിട്ടുള്ള ഒന്നും ഇതില്ല. അത് ആലോചിച്ച് നോക്കി ഒന്നാണ് ഒരേ വസ്തുവായിട്ടുള്ള ഇതായത് നൂലാണെന്ന് മനസ്സിലാവില്ല. നൂലിൻ്റെ ഇതാണ് പഞ്ഞിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതേമാതിരി ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ തരത്തിലുള്ള ഈശ്വരൻ പരമാത്മാവാണ് മാത്രമാണ് അറിയപ്പെടുന്നതിനാണ് ഭാവാദ്വൈതം എന്ന് പറയുക. പിന്നെയോ ബ്രഹ്മണി വരേ സാക്ഷാൽ സർവകർമ്മ സമർപ്പണം മനോവത്തനുവിപ്പാർത്ഥ ക്രിയാദ്വൈതം തദുച്യതേ. ക്രിയ കൊണ്ട് അദ്വൈതഭാവം എങ്ങനെ വയ്ക്കുക? പാർത്ഥ, യുധിഷ്ഠിരനോട് പറയുകയാണ് നാരദൻ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിർഗുണ ബ്രഹ്മത്തിൽ ആ സമസ്ത കർമ്മങ്ങളിൽ സമർപ്പിക്കുക. അതിനാണ് ക്രിയാദ്വൈതം എന്ന് പറയുന്നത്. എല്ലാ പ്രവൃത്തികളും മറ്റുള്ള ദൈവതകൾക്കായിട്ടോ ഈശ്വരൻ ഒന്നുമല്ല, പൂർണ്ണ ബ്രഹ്മത്തിൽ അങ്ങനെ സമർപ്പിച്ചുകൊണ്ടുള്ള ചെയ്യുന്ന പ്രവൃത്തികളായി കഴിഞ്ഞാൽ അത് ക്രിയയിലുള്ള അദ്വൈതഭാവമായി. ആത്മജായാ സുതാദീനാം അന്വേഷം സർവദേഹിനം യൽ സ്വാർത്ഥകാമയോരൈക്യം ദ്രവ്യാദ്വൈതം തദുച്യതേ. ആത്മജായാ സുതാദീനാം തൻ്റെയും ഭാര്യാപുത്രന്മാർ മുതലായവരുടെയും അതുപോലെ തന്നെ മറ്റു സകലരുടെയും അർത്ഥകാമങ്ങൾക്ക് ഐക്യം വ്യത്യാസമായ ഏതോ അത് ദ്രവ്യാദ്വൈതം ഉച്യതേ. അതായത് ഇത് എൻ്റെ, അത് എൻ്റെ എന്നുള്ള ഭാവം തൻ്റെ അതിലെ കുടുംബത്തിലോ ആരുമായിട്ടും ബന്ധുക്കളായിട്ടും സമ്പത്തുമായിട്ടും ഒന്നിനുണ്ടായ എല്ലാവരും ഒന്നാണ്, ഒരുപോലെ എല്ലാവരും തൻ്റെ സ്വന്തമാണെന്നുള്ള ആ ഭാവം ഉണ്ടല്ലോ, വേറെ എന്നുള്ള ഭാവമില്ലാണ്ട് അതാണ് ദ്രവ്യാദ്വൈതം. യസ്യവാനിഹിതം സ്യാൽ യേന യത്രയതോ നൃപ സതേനേഹേത കർമാണി നരോ നാന്യൈരനാവധി. ഹേ രാജൻ, യസ്യ യൽ യേന യത്ര യത വാം അനിഷിദ്ധം, ആർക്കാണോ യാതൊന്ന് എപ്രകാരം എവിടെയോ ഏതൊരാളിൽ നിന്നോ അരുതെന്ന് ഇല്ലയോ അനിഷിദ്ധം അനാപതി ആവൽസന്ധി ഇല്ലാത്ത സമയത്ത് സനര ആ മനുഷ്യൻ തേന അതുകൊണ്ട് തന്നെ കർമാണി ഈഹേത നിർവഹിക്കണം, കർമ്മങ്ങളെ ചെയ്യണം, അന്യേത മറ്റു വിധമാകരുത് ആണ്. എന്താണ് ആവൽസന്ധി ഇല്ലാത്ത സമയത്ത് തനിക്ക് വിധിച്ച് തൻ്റെ സ്വഭാവത്തിന് വിധിച്ചുള്ള കർമ്മങ്ങളോ അല്ലെങ്കിൽ നിഷേധിച്ചില്ലാത്തതായുള്ള കർമ്മം എവിടെ എങ്ങനെ എപ്രകാരമോ അതേവിധം അനുഷ്ഠിക്കന്നെ വേണം എന്നാണ് പറയണത്. ഏതൈരന്യൈശ്ച വേദോക്തൈർവർത്തമാന സ്വകർമ്മവി ഗൃഹേപ്യസ്യ ഗതിം യായൽ രാജൻ തൽഭക്തിവന്നരാ. ഹേ രാജൻ, ഗൃഹേ അപി ഗൃഹസ്ഥനായാലും വേദോക്തൈ ഏതൈ അന്യൈച വേദോക്തങ്ങളായ ഈ കർമ്മങ്ങളും മറ്റുള്ളവയുമായ തൻ്റെ സ്വകർമ്മങ്ങൾ ചെയ്ത് വർത്തമാന തൽ ഭക്തിഭാഗ്നര ജീവിക്കുന്ന ആ ഭക്തിമാനായവൻ അസ്യ ഇദ്ദേഹത്തിൻ്റെ ഗതിം യായാൽ അടയുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ ഗതിയെ അടയുന്നതാണ് എന്ന് പറയുകയാണ്. അതായത് എന്താണ് ഈ വൈദികവും സ്മാർത്ഥവും ആയിട്ടുള്ള സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥൻ പോലും എന്താണ് ഭക്തിയുടെ ഫലമായിട്ട് ശ്രീകൃഷ്ണനിൽ വിലയം പ്രാപിക്കുന്ന പറയുകയാണ്. ആ ഭഗവാനിലുള്ള ഭക്തി വൈഭവം കൊണ്ട് എങ്ങനെയാണ് യഥാഹി യൂയം നരദേവ ദുസ്ത്യജ ആവൽഗണാൽ ഉത്തരതാത്മന പ്രഭോ യൽ പാദപങ്കേരുഹസേവയാ ഭവാൻ
ആരശീൽ നിർജിത ദിഗ്ഗജ ഗുണൻ ദിഗ്ഗജ ക്രതുൻ. അതായത് അത് ഏറ്റവും വലിയ ഉദാഹരണം ആരാണ്? ഇതാ ഭവാന്മാരനെയാണെന്നാണ്. ഇതാണ് ഹേ രാജൻ, യൂയം ഭവാന്മാർ മഹാപ്രഭുവും ആത്മസ്വരൂപിയുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ദുസ്ത്യജാൽ ആവൽഗണാൽ തടുക്കാനാകാത്ത ആപത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഉത്തരത മറുകരയണിഞ്ഞു. കാരണം യൽ പാദപങ്കേരുഹ സേവ, യാതൊരാളുടെ ആ തൃപ്പാദ സേവ കൊണ്ട് നിർജിത ദിഗ്ഗജ, ജയിക്കപ്പെട്ട ദിഗ്ഗജങ്ങളോടുകൂടിയവനായിട്ട് ഭവാൻ അങ്ങ് ക്രതൂൻ യഥാ ആഹാരശീൽ, അങ്ങ് ഇതാ അവരേക്ക് ജയിച്ചിട്ടല്ലേ ശ്രേഷ്ഠമായിട്ടുള്ള ആ യജ്ഞങ്ങളെ, ഈ രാജസൂയാദി യജ്ഞങ്ങളൊക്കെ വേണ്ട പ്രകാരം ചെയ്തതെന്ന് പറയുകയാണ്. അഹം, അതാണ് ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, ഭഗവാനെ ആശ്രയിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമി ആയാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ തടസ്സങ്ങളും നീക്കിയിട്ട് ആ ലൗകിക ഭാവം അതിന് അഭ്യുദയം കിട്ടും. അവസാനം നിശ്രേയസത്തിനും അത് ഉതകുന്ന പറയുകയാണ്. ഇനി തൻ്റെ സ്വന്തം കഥ പറയുകയാണ് നാരദ മഹർഷി. അഹം പുരാഭവം കശ്ചിൽ ഗന്ധർവ ഉപബർഹണ നാനാദീതേ മഹാകൽപേ ഗന്ധർവാണാം സുസമ്മത. പണ്ട് അതീതേ പണ്ട് കഴിഞ്ഞതായിട്ടുള്ള മഹാകൽപ്പത്തിൽ അഹം ഗന്ധർവാണാം സുസമ്മത, ഗന്ധർവന്മാർക്കെല്ലാം വളരെ വേണ്ടപ്പെട്ടവനായ ഉപബർഹണ നാമന, ഉപബർഹണൻ എന്ന് പേരായിട്ടുള്ള ഒരു ഗന്ധർവനായിട്ട് ഭവിച്ചു എന്ന് പറയുകയാണ്. ഈ രൂപപേശല മാധുര്യ സൗഗന്ധ്യ പ്രിയദർശന സ്ത്രീണം പ്രിയതമോ നിത്യം മത്തസ്തു കുരുലംബട. ഞാനെങ്ങനെ വെച്ചാൽ എൻ്റെ ആ സൗന്ദര്യം, അതുമാതിരി മാർദ്ദവം, മാധുര്യം, ശരീരസുഗന്ധം, ഇതിലൊക്കെ അങ്ങോട്ട് എല്ലാവർക്കും ദർശനീയനായിരുന്നു എന്ന് പറയുകയാണ്. ആ സ്ത്രീണാം പ്രിയത, സ്ത്രീകൾക്ക് വളരെയധികം പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ. എന്നും മദ്യലഹരിയിലായിരുന്നു മുഴുകിക്കൊണ്ട്. ഗുരുലമ്പട, ഏറ്റവും വിഷയാസക്തനുമായിരുന്നു ആ കാലത്ത്. ഏകദാ ദേവസത്രേതു ഗന്ധർവാപ്സരസംഗണ ഉപഹൂത വിശ്വസൃഗ്ഭിർ ഹരിഗാതോപഗായനേ. ഒരിക്കൽ വിശ്വസൃഗ്ഭി എന്താണ് ദേവസത്രേ, പ്രജാപതിമാരാൽ നടത്തപ്പെടുന്ന ഒരു ദേവന്മാരുടെ സത്രത്തിൽ ഹരിഗാതോപഗായനെ, ഹരികഥാഗാനങ്ങൾ അങ്ങനെ ആലപിക്കാൻ വേണ്ടിയിട്ട് ഗന്ധർവ അപ്സരസാം ഗണ, ഗന്ധർവന്മാരുടെയും അപ്സരസുകളിലേക്ക് സംഘങ്ങളെ ക്ഷണിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടെ അഹം ച ഗായം തദ്വിദ്വാൻ സ്ത്രീഭി പരിവൃതോഗത ജ്ഞാത്വാ വിശ്വശ്രിയസ്തന്മേ ഹേളനം ശേകുരോജസാ യാഹിത്വം ശൂദ്രതാമാശു നഷ്ടശ്രീ കൃതഹേളന. തദ്വിദ്വാൻ, അതറിയുന്ന ഞാനും എന്ത് ചെയ്തു? സ്ത്രീഭി പരിവത, ഈ ഇങ്ങനെ സ്ത്രീകളൊക്കെ ചുറ്റപ്പെട്ടുകൊണ്ട് ഗായൻ പാടിക്കൊണ്ട് കഥ അവിടെ ചെന്നു. മേ തത് ഹേളനം വിശ്വശ്രീ, അങ്ങനെ എൻ്റെ ആ അനാദരവിനെ പ്രജാപതികൾ അറിഞ്ഞിട്ട് ജ്ഞാത്വാ ഓജസാ ശേവു, ശക്തിയോട് കൂടിയിട്ട് ഇപ്രകാരം ശപിച്ചു എന്ന് പറയുകയാണ്. എന്താണ്? കൃതഹേളനത്വം, അവഹേളിച്ചവനായിട്ടുള്ള നീ നഷ്ടശ്രീമാനായിട്ട് അധികം വൈകാണ്ട് ശൂദ്രത്വത്തെ പ്രാപിക്കട്ടെ എന്നാണ് അവരെന്നെ ശപിച്ചത്. എൻ്റെ ഈ അതിലെ മതോന്മത്തനായിട്ട് സ്ത്രീകളിലേക്ക് കൂടി ചെന്നിട്ട് ഭഗവാന്റെ കഥ പാടാൻ വേണ്ടിയിട്ട് അവിടെ വിളിച്ചത്. അവിടെ എൻ്റെ ഭാവം കണ്ടിട്ട് അവരെന്നെ അങ്ങോട്ട് ശപിച്ചു എന്ന് പറയുകയാണ്. താവൽ ദാസ്യമഹം യജ്ഞേ തത്രാവി ബ്രഹ്മവാദിനം ശുശ്രൂഷയാനുഷംഗേണ പ്രാപ്തോഹം ബ്രഹ്മപുത്രതം. അപ്പോൾ ഞാൻ ഒരു ദാസിയിൽ ജനിച്ചു, അവരുടെ ശാപം കാരണം. ആ ജന്മത്തിലും പക്ഷേ ബ്രഹ്മവാദിനാം ശുശ്രൂഷയ, ബ്രഹ്മജ്ഞന്മാരുടെ ശുശ്രൂഷ കൊണ്ടും സംസർഗ സംസർഗം കൊണ്ടും ബ്രഹ്മപുത്രതാം അഹം പ്രാപ്ത, പിന്നീട് ജന്മത്തിൽ ബ്രഹ്മാവിൻ്റെ പുത്രത്വത്തെ ഞാൻ പ്രാപിച്ചവനായി എന്ന് പറയുകയാണ് നാരദ മഹർഷി. ധർമ്മസ്തേ ഗൃഹമേ ധിയോ വർണ്ണിത പാപനാശന ഗൃഹസ്ഥോയേന പദവിം അഞ്ജസാ ന്യാസിനാമിയൽ. ഗൃഹമേധീയ പാപനാശന ധർമ്മ, ഇങ്ങനെ ഗൃഹസ്ഥരെ സംബന്ധിച്ചതും പാപനാശവുമായിട്ടുള്ള ധർമ്മം തേ വർണ്ണിത, അങ്ങക്ക് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഏതിലൂടെ ഗൃഹസ്ഥൻ ന്യാസിനാം പദവിയും ഇയാൽ മഹാസന്യാസിമാരുടെ പദവി കൂടി പ്രാപിക്കുന്നതാണ്. ആ ധർമ്മത്തെ ഞാൻ പറഞ്ഞു തരുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ ധർമ്മപുത്ര. യൂയം ലോകേ ബതഭൂരിഭാഗ ലോകം പുനാന മുനയോഭിയന്തി യേഷം ഗൃഹാനാവസതീതി സാക്ഷാൽ ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം. യൂയം, നിങ്ങൾ ഈ മനുഷ്യലോകത്തിൽ ലോകേ അതിഭാഗ്യവാന്മാർ തന്നെയാണെന്നാണ് ആശ്ചര്യം. കാരണം മനുഷ്യലിംഗം സാക്ഷാൽ പരംബ്രഹ്മ, ഒരു മനുഷ്യ സ്വരൂപത്തിൽ
സ്വീകരിച്ചിട്ട് സാക്ഷാൽ പരംബ്രഹ്മം ഗൂഢം യേഷാം ഗൃഹൻ രഹസ്യമായിട്ട് ആരുടെ ഭവനങ്ങളെ ആവസതി ഇതി വസിക്കുന്നു. അതാണ് മഹത്തായിട്ടുള്ള ആശ്ചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും മഹാഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞത്. കാരണം എന്താണ്? അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ലോകം പുനാനാ മുനയ അഭിയന്തി, ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന മഹർഷിമാര് ഇടക്കിടക്ക് ഭഗവാന്മാരുടെ അടുത്ത് ഇങ്ങനെ പലയിടത്തുനിന്ന് വന്നുകൊണ്ടിരിക്കണമെന്ന് പറയുകയാണ്. ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടും ആണ് വരുന്നത്. സവായം ബ്രഹ്മ മഹൽ വിഭൃഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃദ്വ ഖലു മാതുലേയ ആത്മാർഹണീയോ വിധികൾ ഗുരുശ്ച. കൈവല്യ നിർവാണ സുഖ അനുഭൂതി, മോക്ഷമാകുന്ന ആത്മാനന്ദ സുഖത്തിന് തന്നെ സ്വരൂപമായിട്ടുള്ള, അതായത് സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള മഹൽ വിമൃഗ്യം, മഹാന്മാരാൽ എപ്പോഴും അന്വേഷിക്കപ്പെടുന്നതുമായിട്ടുള്ള ആ പരംബ്രഹ്മം തന്നെയാണ് ഭഗവാന്മാരുടെ പ്രിയനാണ് ആയിട്ട്, സുഹൃത്തായിട്ട്, അതുമാതിരി അമ്മാവൻ്റെ മകനായിട്ട്, ആത്മാവാണ്. അങ്ങനെ ഭഗവാന്മാർ ആത്മാവായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. ഏറ്റവും പൂജ്യനാണ് അദ്ദേഹം. വിധികൾ ഭഗവാന്മാരുടെ ഉപദേഷ്ടാവാണ് അദ്ദേഹം. ഒപ്പം തന്നെ ഗുരു ചകൽ ഭഗവാന്മാരുടെ ഗുരുവാണ് അദ്ദേഹം എന്ന് പറയുകയാണ്. നയസ്യ സാക്ഷാൽ ഭവപത്മജാദിഭിഃ രൂപം ദിയാ വസ്തുതയോപവർണ്ണിതം മൗനേന ഭക്ര്യോപശമേന പൂജിത പ്രസീദതാമേഷ സസാത്വദമ്പതി. ആ ഭഗവാന്റെ സാക്ഷാൽ ശരിക്കുള്ള സ്വരൂപം ഭവപത്മജാദിഭിഃ, ആ ശിവൻ ബ്രഹ്മാവ് മുതലായവരാൽ ധിയാ വാസ്തുതയാ എന്ന ഉപവർണ്ണിതം, മനസ്സുകൊണ്ട് വാസ്തവമായിട്ട് വർണ്ണിക്കപ്പെട്ടിട്ടില്ല അതുവരെ എന്ന് പറയുന്നത്. അവർക്ക് ആർക്കും ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള മാഹാത്മ്യം മനസ്സിലാക്കിയിട്ടില്ല അവർ കൂടിയിട്ട്. എന്നാലോ മൗനേന ഭക്തിയ, മൗനമായിട്ടുള്ള ഭക്തി കൊണ്ടും ഉപശമേന, മനസ്സിനെയും ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രിച്ചത് കൊണ്ടും പൂജിതനായ സ ഏഷാ ഭഗവാൻ സാത്വതാമ്പതി, ഭക്തരുടെ പരിപാലകൻ, എപ്പോഴും നമ്മളോടൊക്കെ പ്രസാദിക്കണേ, പ്രസാദിക്കുമാറാകട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എല്ലാം അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ്. അദ്ദേഹത്തിനെ സേവിക്കുക, ഭജിക്കുക, അത് മാത്രമേ വേണ്ടൂ. എന്നാൽ ഭഗവാൻ രക്ഷിക്കുന്നതാണ് നാരദ മഹർഷി പറയുന്നത്. ശ്രീശുവാച ഇദേവക്ഷീണാ പ്രോക്തം നിശമ്യ ഭരതർഷഭ ദയാമാസ സുപ്രീത കൃഷ്ണം ച പ്രേമവിഹ്വല. ആ രാജസൂയ സദസ്സിൽ വെച്ചിട്ടാണ് നാരദ മഹർഷി പറഞ്ഞത്. യുധിഷ്ഠിരൻ്റെ ആ സംശയത്തിന് ഉത്തരമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. എന്തേ അവസാനം പറഞ്ഞത്? ഒന്നും വേണ്ട, നിങ്ങളുടെ സദസ്സിലിതാ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കിങ്കരനായിട്ട് കഴിയുന്ന അദ്ദേഹം ഉണ്ടല്ലോ, ആ അദ്ദേഹമാണ് സത്വതാമ്പതി, ഭക്തന്മാരുടെ എല്ലാം പരിപാലകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പൂജിക്കൂ, അദ്ദേഹത്തിനെ സേവിക്കൂ, അത് മാത്രമേ വേണ്ടൂ. അദ്ദേഹം നമ്മളെല്ലാവരെയും പ്രസാദിക്കുമാറാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നാരദ മഹർഷി ഈ കഥ നിർത്തുകയാണ്. ഇപ്രകാരം ദേവർഷിണ പ്രോക്തം പറയപ്പെട്ടതെല്ലാം കേട്ടിട്ട് പ്രേമഭക്തി പാരവശ്യത്താൽ അത്യന്തം പ്രീതനായിട്ടുള്ള ആ ഭരതവംശശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ കൃഷ്ണം ച, അതായത് നാരദ മഹർഷിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പൂജയാമാസ, പൂജിച്ചു. കൃഷ്ണപാർത്ഥാവുപാമന്ത്ര്യ പൂജിത പ്രേയൗ മുനി ശ്രുത്വാ കൃഷ്ണം പരം ബ്രഹ്മ പാർത്ഥ പരമവിസ്മിത. പൂജിത മുനി, ഇങ്ങനെ ഇവരെല്ലാവരാലും സൽകൃതനായുള്ള ശ്രീ നാരദ മഹർഷി കൃഷ്ണപാർത്ഥവും ഉപാമന്ത്ര്യ, ശ്രീകൃഷ്ണനോടും ധർമ്മപുത്രരോടും യാത്ര പറഞ്ഞ് പ്രയയൗ, യാത്രയായി. കൃഷ്ണം പരംബ്രഹ്മ ശ്രുത്വ, ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ പരംബ്രഹ്മം തന്നെയാണെന്ന് ആ നാരദ മഹർഷിയിൽ നിന്ന് കേട്ടിട്ട് പാർത്ഥ യുധിഷ്ഠിരൻ പരമവിസ്മിത, അത്യന്തം വിസ്മിതനായി. ഇതി ദാക്ഷായണീനാം തേ പൃഥക് വംശാ പ്രകീർത്തിത ദേവാസുരമനുഷ്യാദ്യ ലോകായ യത്ര ചരാചരാ. ഇപ്രകാരം ഈ ദക്ഷപുത്രിമാരുടെ ആ വംശങ്ങളെല്ലാം പ്രത്യേകമായിട്ട് അങ്ങക്ക് ഞാൻ ഇതാ പറഞ്ഞു തന്നു എന്ന് പറയുകയാണ്. യാതൊരു ഈ വംശത്തിൽ ദേവാസുര മനുഷ്യാദ്യ, ദേവന്മാര് ആസുരന്മാര് അതുമാതിരി മനുഷ്യന്മാരെങ്ങനെയാണ് തുടങ്ങി വരും. അതുമാതിരി തന്നെ ചരാചര സ്ഥാവരങ്ങളും ജംഗവുമായിട്ടുള്ള എല്ലാ ജീവരാശികളും ഉണ്ടായി എന്ന് ശ്രീശുക ബ്രഹ്മർഷി ആ പരീക്ഷിത് രാജാവിനോട് പറയുന്നതായിട്ടോട് കൂട്ടിയിട്ട് ഈ ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ്, ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇതോട് കൂടിയിട്ട് ആ സദാചാര നിർണയം എന്നും അതുമാതിരി പ്രഹ്ലാദൻ്റെ മഹൽ കഥയൊക്കെ അടങ്ങിയിട്ടുള്ള
ഈ സപ്തമസ്കന്ധവും അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യം അഷ്ടാദശസാഹസ്യം പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ യുധിഷ്ഠിരനാരദ സംവാദേ സദാചാരനന്മയോ നാമ പഞ്ചദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമാപ്തോയം സപ്തമസ്കന്ധ. ഹരി ഓം തത്സത്.